ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നമുക്കൊന്നിച്ചിങ്ങനെ ഈ ക്ലാസ്സുകളിൽ സംബന്ധിക്കുവാൻ കർത്താവ് തന്നിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഇവിടെ നടക്കുന്ന ഈ ക്ലാസ്സുകളെക്കുറിച്ച് മുൻപ് തന്നെ കേട്ടിട്ടുണ്ട്. എന്നാൽ ആദ്യമായിട്ടാണ് ഈ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുവാനായിട്ട് വരുവാനിടയാകുന്നത്. ഇവിടെ നടക്കുന്ന കൺവെൻഷനും അങ്ങനെയുള്ള യോഗങ്ങൾക്കൊക്കെ മുൻപ് വന്നിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ നിങ്ങളോടൊപ്പം ഈ ക്ലാസ്സുകളിലുമായിരിക്കാൻ തക്കവണ്ണം കർത്താവ് ഇട നൽകുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഓർമ്മിച്ചതുപോലെ നിങ്ങളിൽ പഠിക്കാനായിട്ട് പോകുന്നത് ക്രിസ്തുശാസ്ത്രം എന്നുള്ള വിഷയമാണ്. ഇംഗ്ലീഷിൽ അതിന് ക്രിസ്റ്റോളജി എന്ന് പറയും. ക്രിസ്തുശാസ്ത്രം വളരെ വിപുലമായിട്ട് പഠിക്കാവുന്ന വിഷയമാണ്. പല മാസങ്ങൾ അല്ലെങ്കിൽ പല വർഷങ്ങളൊക്കെ പഠിക്കാം. എന്നാൽ നാം അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ 6 ക്ലാസ്സുകളാണ് എനിക്കുള്ളത്. ആ 6 ക്ലാസ്സുകളിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പൂർവാസ്ഥിത്യം, കർത്താവിൻ്റെ ജഡാവതാരം, ആളത്വം, ക്രൂശ് മരണം, അതുപോലെ പുനരുത്ഥാനം, വർത്തമാനകാല ശുശ്രൂഷ, വീണ്ടും വരവ്, ഇതൊക്കെയാണ് ഈ 6 ക്ലാസ്സുകളിൽ നാം പഠിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് ചോദിക്കാമെന്ന് വിചാരിക്കേണ്ട. ഉടനെ തന്നെ എന്നോട് പറഞ്ഞാൽ കൈ ഉയർത്തുകയോ ചോദിക്കുകയോ ചെയ്താൽ അവിടെ നിർത്തി സംശയമൊക്കെ തീർത്ത് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നാം ഓർക്കേണ്ടത് ഈ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രിസ്തുശാസ്ത്രം പ്രധാനപ്പെട്ടതാണെന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവിനെ അറിയേണ്ടത് ആവശ്യമാണ് എന്നുള്ള ആ പ്രാധാന്യത്തെക്കാൾ അധികമായിട്ട് ഈ പഠനം ഒരിക്കലും നിൽക്കുവാൻ പോകുന്ന പഠനമല്ല. കാരണം നാം നിത്യതയിൽ ചെന്നാലും ഈ വിഷയം നാം പഠിക്കാനായിട്ട് ഇങ്ങനെ വിചാരിക്കുക, സഭയെക്കുറിച്ചുള്ള പഠനം നിങ്ങളതൊക്കെ പഠിച്ചു കാണിച്ചപ്പോൾ അതൊക്കെ ഈ ലോകത്തിൽ വെച്ച് തന്നെ പഠിച്ച് തീരും. അവിടെ ചെന്നിനും അത് പഠിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ അന്ത്യകാല സംഭവങ്ങൾ, അതിപ്പോൾ നാം വളരെ ആഗ്രഹത്തോടെ അതിൻ്റെ പിന്നാലെ പോകുന്നവർ. എന്നാൽ അതൊക്കെ കഴിഞ്ഞ് നാം അവിടെ ചെല്ലുമ്പോൾ പിന്നെ അത് പഠിക്കുവാൻ ആവശ്യമില്ല. അതുപോലെ ഓരോ വിഷയങ്ങളും ഇവിടെ വെച്ച് പഠിക്കുന്നതാണ്, അവിടെ ചെന്ന് പഠിക്കുവാനായിട്ട് ആവശ്യമില്ല. എന്നാൽ ഈ വിഷയം ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് അവിടെ ചെന്നും നാം തുടരുന്നത്. അന്ന് പഠിപ്പിക്കുന്നത് ഇതുപോലുള്ള അധ്യാപകരായിരിക്കില്ല. പിന്നെ കർത്താവ് തന്നെ കുറിച്ചുള്ള വസ്തുതകൾ നമുക്ക് പങ്കിടുന്നതായി അതിവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെയും ക്ലാസ്സുകൾ ഉണ്ടെന്ന് ഇതുപോലെ ക്ലാസ്സുകൾ ഉണ്ടെന്നല്ല, കർത്താവ് താൻ നമ്മോടുകൂടെ ആയിട്ട് തന്നെ കുറിച്ചുള്ള വസ്തുതകൾ അറിയിച്ചു തരും. അപ്പോൾ അവിടെയും ചെന്ന് ഇനിയും പഠിക്കണോ എന്നുള്ള ഭാരമൊന്നും നാം ചിന്തിക്കുവാനായിട്ട് ആവശ്യമില്ല. കർത്താവിനൊരു നാമമുണ്ട്. മത്തായി സുവിശേഷം 11-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ ആ നാമം നമുക്ക് കാണാനായിട്ട് കഴിയും. എന്താ അവിടെ നാം കാണുന്നത്? മത്തായി 11:3 നമുക്കറിയാവുന്ന ഭാഗമാണ്. യോഹന്നാൻ സ്നാപകൻ 2 ശിഷ്യന്മാരെ കർത്താവിന്റെ അരികിലേക്ക് അയച്ച് ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ചാൽ, വരുവാനുള്ളവൻ നീ അതോ മറ്റൊരുവനായി കാത്തിരിക്കണം? ആ ചോദ്യം ഉണ്ടോ? വരുവാനുള്ളവൻ നീയോ? വരുവാനുള്ളവൻ നീയോ? ആ ചോദ്യത്തിൽ എന്തെങ്കിലും തെറ്റ് നിങ്ങൾ കാണുന്നുണ്ടോ? യോഹന്നാൻ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവിനെ ഈ യോഹന്നാൻ തന്നെയാണ് കാണിച്ചു കൊടുത്തത്. ഓർമ്മ ദൈവത്തിന്റെ കുഞ്ഞാതെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുത്തു. അപ്പോ അതൊക്കെ ചെയ്തതിനു ശേഷം പിന്നെ താൻ കഷ്ടതയിലായി. ആ ചോദിക്കുന്ന ചോദ്യം ജയിലിൽ നിന്നാണ്. മനസ്സിലായല്ലോ? ജയിലിലിട്ടപ്പോൾ അവിടെ കടന്ന വിഷമത്തിലൂടെ കടന്നു പോയപ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്. വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സംശയമുണ്ടാകും. അപ്പോൾ ആ സംശയമൊക്കെ ഉണ്ടായത് ആ വിഷമങ്ങൾ കൂടെ കർത്താവ് ഒത്തിരി പ്രവൃത്തിയൊക്കെ ചെയ്യുന്നു. എന്നിട്ട് ഒരു സംശയം, ഇതന്നായിരുന്നോ? അപ്പൊ അതുകൊണ്ടാണ് ആ ചോദ്യം 2 ശിഷ്യന്മാരെ അയച്ച് ചോദിക്കുന്നത്, വരുവാനുള്ളവൻ നീയോ? അപ്പൊ ചോദിക്കുന്നത് വരുവാനുള്ളവൻ നീയോ? ഞാൻ ചോദിച്ചത് ആ ചോദ്യത്തിന് എന്തെങ്കിലും അപാകത നിങ്ങൾ കാണുന്നുണ്ടോ? വ്യാകരണം അനുസരിച്ച് ഞാൻ ആ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കാം. വരുവാനുള്ളവൻ നീയോ?
കർത്താവാണ് മശിഹയെന്ന് യോഹന്നാൻ സ്നാപകൻ ഇസ്രയേലിന് പരിചയപ്പെടുത്തി, ഓർക്കുന്നുണ്ടല്ലോ. പിന്നെ വർഷങ്ങളിപ്പോ കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോ താൻ സംശയത്തിലായി. ഇപ്പൊ ചോദിക്കുക, വരുവാനുള്ളവൻ നീയോ? നാം ആയിരുന്നെങ്കിൽ ആ ചോദ്യം എങ്ങനെ ചോദിച്ചേ? എന്തെങ്കിലും അതുപോലെ ചോദിക്കണമെന്ന് അല്പ വ്യത്യാസം അവിടെ വരികയാണ്. ആ വാക്യം തന്നെ, ആ ചോദ്യം തന്നെ ഒന്ന് വന്നു കഴിഞ്ഞു. വരുവാനുള്ളവൻ നീയോ എന്നുള്ള ചോദ്യം ഒരു അസ്ഥാനത്തായിട്ട് തോന്നുന്നുണ്ടോ? അപ്പൊ നാം ആയിരുന്നെങ്കിൽ എങ്ങനെയാ ചോദ്യം ചോദിച്ചേനെ? വരേണ്ടിയിരുന്നവൻ നീയോ? ശരിയാണോ? വരുവാനുള്ളവൻ നീയോ എന്നല്ല, വരേണ്ടിയിരുന്നവൻ നീയാണോ? പിന്നെ മശിഹയായിട്ട് പരിചയപ്പെടുത്തി, നീയാണ് മശിഹ എന്ന് ഞങ്ങൾ വിചാരിച്ചു. ഇപ്പൊ ഞങ്ങൾക്ക് ഇത്ര കഷ്ടപ്പാട് വരുന്നു, ഒരു വ്യത്യാസവുമില്ല. നീ വന്ന് ഞങ്ങളെ രക്ഷിക്കുന്നില്ല, ഇനിയും കഷ്ടത ചിലപ്പോ കൂടുകയായിരിക്കാം. ഞങ്ങൾക്കിപ്പോ സംശയമാണ്, നീ തന്നെയാണോ മശിഹ എന്ന്. അങ്ങനെയായിരുന്നെങ്കിൽ വരേണ്ടിയിരുന്നവൻ നീ തന്നെയാണോ? മശിഹയായി വരേണ്ടിയിരുന്നവൻ നീ തന്നെയാണോ എന്നല്ലേ ചോദിക്കേണ്ടത്. അതല്ല ചോദിക്കുന്നത്. വരുവാനുള്ളവൻ നീയോ എന്നാണ് ചോദ്യം. വരുവാനുള്ളവൻ നീയോ എന്നാണ് ചോദ്യം. വരേണ്ടിയിരുന്നവൻ നീയോ എന്നല്ല, വരാനുള്ളവൻ നീയോ എന്നാണ് നമ്മുടെ ചോദ്യം. എന്നാൽ ഒന്ന് നാം ഓർക്കേണ്ടത്, ചോദ്യത്തിൽ തെറ്റൊന്നുമില്ല. വരാനുള്ളവൻ എന്നുള്ള പ്രയോഗം മശിഹയ്ക്കുള്ള മറ്റൊരു നാമം. വരുവാനുള്ള, മനസ്സിലാകുന്നുണ്ടോ? വരാനുള്ളവൻ എന്നുള്ളത് മശിഹയ്ക്ക് യഹൂദന്മാർ കൊടുത്തിരുന്ന ഒരു നാമം. അതാണ് വരാനുള്ളവൻ നീയോ എന്ന ചോദ്യത്തിനർത്ഥം മശിഹ നീയോ എന്നാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? അതൊരു ചോദ്യമായിട്ടെടുത്ത് നാം നോക്കിയാൽ വ്യാകരണ പ്രകാരം അത്ര ശരിയായി തോന്നുകയില്ല. വരേണ്ടിയിരുന്നവൻ എന്ന് ചോദിക്കണമായിരുന്നു. എന്നാൽ ആ വരിക എന്നുള്ളതിലല്ല പ്രധാനം, നാമമാണത്. വരാനുള്ളവൻ, മശിഹ നീയോ എന്നതില്ല. അപ്പോൾ മശിഹയ്ക്കുള്ള നാമമാണ് വരാനുള്ളവൻ എന്ന്. വരാനുള്ളവൻ. നാം എബ്രായ ലേഖനം 10:37 വായിക്കുമ്പോൾ അവിടെയും നാം കാണുന്നുണ്ട്, വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. അവിടെ പഴയ നിയമ ഉദ്ധരണി വരാനുള്ളവൻ എന്നവിടെ പറയുമ്പോൾ മശിഹ വരും, താമസിക്കുകയുമില്ലെന്നാണ്. വരുവാനുള്ളവൻ സമം മശിഹ, അല്ലെങ്കിൽ മശിഹ സമം വരുവാനുള്ളവൻ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം ഇതാ, മശിഹ എന്നും വരാനുള്ളവനെ, വന്നു കഴിഞ്ഞും അവൻ വരാനുള്ളവനായിരിക്കും, നിത്യതയിലും അവൻ വരാനുള്ളവനായിരിക്കും. ഏതർത്ഥത്തിൽ? അവനെക്കുറിച്ചുള്ള ജ്ഞാനം എന്നും നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വിഷയം നാം ഈ ലോകത്തിൽ നിർത്തുന്നതല്ല, പിന്നെ നിത്യതയിലും തുടരുന്ന വിഷയം. മുഖവരിയായ ചില കാര്യങ്ങൾ ഞാൻ പറയുക, ആ വിഷയത്തിന്റെ പ്രാധാന്യം ഓർക്കുക. അപ്പോ ഇത് ചില കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ തുടങ്ങുമ്പോൾ പ്രയാസമായി തോന്നാം. എന്നാലും നാം മനസ്സ് വെച്ച് പഠിക്കാൻ ശ്രമിക്കണം. അവിടെയും പഠിക്കാൻ പോകുന്നതാണെങ്കിൽ അവിടെ ചെല്ലുന്നതിന് മുൻപ് അല്പം ഒരു തയ്യാറെടുപ്പോടു കൂടി ഇവിടുന്ന് തന്നെ പോയാൽ കുറച്ച് മെച്ചമായിരിക്കും. ഒരു 5ാം ക്ലാസ്സിലേക്കോ 6ാം ക്ലാസ്സിലേക്കോ ഒക്കെ പഠിക്കാൻ പോകുന്ന ആ വ്യക്തി അതിന് മുൻപ് ക്ലാസ്സുകളിലൊന്നും ഡയറക്റ്റായിട്ട് അഡ്മിഷൻ എടുത്ത് 6ാം ക്ലാസ്സിൽ പോയിരുന്ന എങ്ങനെ ഇരിക്കും? ഒന്നും മനസ്സിലാകും. 1ാം ക്ലാസ് തൊട്ട് പഠിക്കേണ്ടതായിരുന്നു. അപ്പൊ ഇവിടെ വെച്ചൊന്നും അറിയാതെ അങ്ങി എന്നാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. ഈ പറയുന്നത് എന്താണ്? അപ്പോ ഇവിടെ വെച്ച് തന്നെ സാമാന്യ ജ്ഞാനം കർത്താവിനെ കുറിച്ച് നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളത് അത്യാവശ്യം. ആ നിലയിൽ നമ്മെ തന്നെ ഒരുക്കുവാൻ ഈ ക്ലാസ്സുകൾ മുഖാന്തരമാണ്. ആ ക്രിസ്തു ശാസ്ത്രത്തിന് ഒരു നിർവചനം നമുക്ക് കൊടുക്കാമെങ്കിൽ, വളരെ ലളിതമായിട്ടുള്ള നിർവചനം നമുക്ക് കൊടുക്കാമെങ്കിൽ അതിങ്ങനെ പറയാം: ക്രിസ്തു ശാസ്ത്രം യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച വ്യക്തിത്വം, പ്രവൃത്തി എന്നിവയുടെ പഠനമാണ്. ക്രിസ്തു ശാസ്ത്രം യേശു ക്രിസ്തുവിന്റെ വ്യക്തിത്വം, പ്രവൃത്തി എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ്. ഈ വിഷയത്തിന്റെ പ്രാധാന്യം ഇപ്പൊ ഞാൻ ഒരു കാര്യം ഓർപ്പിച്ചു, ആ വരുവാനുള്ള പ്രയോഗത്തിൽ നിന്ന് മറ്റു ചില കാര്യങ്ങൾ കൂടി ഓർക്കുവാൻ ആവശ്യമുണ്ട്. ഒന്നാമതായിട്ട്, ക്രിസ്തുവിനെ അറിയുന്നത് നിത്യജീവനാണ്. ഇത് പഠിക്കേണ്ടതിന്റെ ആവശ്യകത ഞാൻ പറയും. അപ്പോൾ അവനെ അറിയണം. യോഹന്നാൻ 17:3 കർത്താവ് പറഞ്ഞു. അടുത്തതായിട്ട്, കർത്താവിനെ സ്നേഹിക്കുവാൻ ഇത് മുഖാന്തരമാകും. കർത്താവിനെ അറിയാതെ സ്നേഹിക്കാൻ സാധ്യത. അപ്പോൾ അവനെക്കുറിച്ചുള്ള അറിവ് അവനെ അധികം സ്നേഹിക്കുവാൻ കാരണമാകും. മൂന്നാമത്, കർത്താവിന് സാക്ഷ്യം വഹിക്കുവാൻ നമ്മെ ശക്തരാകും. കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയണമെങ്കിൽ കർത്താവിനെ അറിയണം. അപ്പോ
ഇതിനെക്കുറിച്ചുള്ള അറിവ് അതിന് നമ്മെ സജ്ജരാക്കുന്നു അല്ലെങ്കിൽ ശക്തരാക്കുന്നു. അടുത്തതായിട്ട് ആത്മീക വളർച്ചയ്ക്ക് കർത്താവിനെ കുറിച്ചുള്ള അറിവ് അത്യാവശ്യം. ആത്മീക വളർച്ചയ്ക്ക് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യം. അടുത്തതായിട്ട് ലോകത്തിൽ വേർപാട് കാക്കുവാൻ ഈ അറിവ് ആവശ്യം. വേർപാട് കാക്കാതെ ലോകമയത്വത്തിലുമൊക്കെ മനുഷ്യർ മുൻപോട്ട് പോകുവാൻ ഇടയായി തീരുന്നത് കർത്താവിനെ കുറിച്ച് അറിവിൽ വർദ്ധിക്കുവാൻ ഇടയാകാത്തതുകൊണ്ട്. കർത്താവിനെ കുറിച്ച് അധികം അറിയുമ്പോൾ കർത്താവിനെ അധികം സ്നേഹിക്കും. കർത്താവിനോട് കൂടുതൽ അടുക്കുമ്പോൾ ലോകത്തിൽ നിന്നും നാം അകലുവാൻ അത് കാരണമായി തീരും. അപ്പോ കർത്താവിനെ കുറിച്ച് അധികം അറിയണം. എന്തിന്? ലോകത്തിൽ നിന്നും വേർപെട്ട് ജീവിക്കുവാൻ ഇതാവശ്യമാണ്. അടുത്തതായിട്ട് ദുരുപദേശങ്ങളോട് എതിർക്കുവാൻ ഇത് അനിവാര്യം. ദുരുപദേശം, പ്രത്യേകിച്ച് നാം ജീവിക്കുന്ന ഈ കാലത്ത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അനവധി ദുരുപദേശങ്ങൾ പൊങ്ങി വരുന്ന കാലമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം, കർത്താവിന്റെ മനുഷ്യത്വം, അതുപോലെ കർത്താവ് ഒരു ചരിത്ര പുരുഷനായിരുന്നുവോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അനവധി വന്നുകൊണ്ടിരിക്കുന്ന കാലം. കർത്താവ് മാത്രമേ, യേശു ക്രിസ്തു മാത്രമേ ഉള്ള ഒരു രക്ഷകൻ. ഈ ചോദ്യങ്ങളൊക്കെ വിശ്വാസികളുടെ മധ്യയിൽ നിന്ന് പോലും പൊങ്ങി വരുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. അപ്പോ അതിനൊക്കെ ഉത്തരം പറയുവാൻ നാം തയ്യാറായിരിക്കണം. അപ്പോൾ അതിന് ഈ അറിവ് ഏറെ ആവശ്യമാണ്. പിന്നെ ഞാൻ മുൻപ് ആരംഭിച്ചതുപോലെ കർത്താവിനെ കുറിച്ചുള്ള അറിവ് നമ്മെ നിത്യതയ്ക്കായി ഒരുക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു മുഖവരിയായിട്ടാണ് ഞാൻ എനിക്ക് പഠിക്കുന്നതിന്റെ കാരണമായ 7 കൂട്ടം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ആദ്യം അതിന് നിർവചനം നൽകി, പിന്നെ എന്തുകൊണ്ട് നാം ഇത് പഠിക്കണം എന്നുള്ള കാര്യം അവിടെ വ്യക്തമാക്കി. ഇനി ഞാൻ മുൻപ് പ്രസ്താവിച്ച ആ വിഷയങ്ങളിലേക്ക് നാം കടന്നു വരിക. ആദ്യമായി നാം കാണേണ്ടത് യേശു ക്രിസ്തുവിന്റെ പൂർവാസ്തിക്യം. യേശു ക്രിസ്തുവിന്റെ പൂർവാസ്തിക്യം. യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ചില പുതിയ പുതിയ വാക്കുകളൊക്കെ നാം കാണാനായിട്ട് ഇടയാകും. അതിലൊന്നാണ് പൂർവാസ്തിക്യം. എന്താ പൂർവം എന്ന് പറയുമ്പോൾ നാം സാധാരണ അർത്ഥമാക്കുന്നത്, പൂർവം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് മുൻപ് ഉള്ളത്, അല്ലെ, മുൻപേ ഉള്ളത്. അതിന് പൂർവം എന്ന് പറയുമ്പോൾ അതിന് മുൻപ്. അപ്പോൾ പൂർവാസ്തിക്യം എന്ന് നാം സാധാരണ പറയുമ്പോൾ അർത്ഥമാക്കുന്നത് കർത്താവ് ബേത്ലഹേമിൽ ജനിച്ചതിന് മുൻപേ അവൻ ആസ്തിക്യമുണ്ടായിരുന്നു. എന്താ ആസ്തിക്യം എന്ന് പറഞ്ഞാൽ അർത്ഥം? എക്സിസ്റ്റൻസ് എന്ന് മലയാളത്തിൽ ഇംഗ്ലീഷിൽ പറയും. അവൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആസ്തിക്യം എന്ന് പറയുമ്പോൾ. അപ്പോ ബേത്ലഹേമിൽ കർത്താവ് വരുന്നതിന് മുൻപേ, ഈ ഭൂമിയിൽ കർത്താവ് ജഡത്തിൽ അവതരിക്കുന്നതിന് മുൻപേ അവൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പൂർവാസ്തിക്യം എന്ന വാക്കുകൊണ്ട് നാം അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ വരുന്നതിന് പൂർവമായി അവൻ ഉണ്ടായിരുന്നു. ഈ ലോകത്തിലെ അവന്റെ ആസ്തിക്യത്തിന് മുൻപ് തന്നെ അവൻ ജീവിച്ചിരുന്നു, അവനുണ്ടായിരുന്നു. ഇവിടെ വന്നാരംഭിച്ചവനല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇവിടെ വരുന്നതിന് മുൻപ് തന്നെ കർത്താവ് ജീവിച്ചിരുന്നു. അതാണ് പൂർവാസ്തിക്യം. വ്യക്തമായത്? മറ്റൊന്ന് ഓർക്കണം, പൂർവാസ്തിക്യം എന്ന് പറയുമ്പോൾ സാധാരണ നിത്യത എന്ന അർത്ഥമാകണമെന്നില്ല. നിത്യത എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയാമല്ലോ, നിത്യൻ. ഓക്കെ, ആരംഭമില്ലാത്തത്, അവസാനമില്ലാത്തത്, അതാണ് നിത്യൻ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. പൂർവാസ്തിക്യം എന്ന് പറയുമ്പോൾ കർത്താവ് നിത്യനായിരുന്നു, അല്ലെങ്കിൽ പൂർവാസ്തിക്യം എന്ന വാക്കിനർത്ഥം നിത്യൻ എന്നില്ല. ജനിക്കുന്നതിന് മുൻപ് ഉണ്ടായിരുന്നു ഉള്ളതേ ഉള്ളൂ. എത്ര വർഷം മുമ്പ് തൊട്ടുണ്ടായിരുന്നു? 10 വർഷം മുമ്പ് തൊട്ടാണെങ്കിലും പൂർവാസ്തികമുള്ളത്, അല്ലെ? 100 വർഷം മുമ്പുള്ളവനാണെങ്കിലും പൂർവാസ്തികമുള്ളത്. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് നാം പൂർവാസ്തിക്യമുള്ളവനാണെന്ന് പറയുമ്പോൾ അവൻ നിത്യനാണെന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ പറയുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് പൂർവാസ്തിക്യമുള്ളവനാണെന്ന് നാം പറയുമ്പോൾ യേശുക്രിസ്തു നിത്യൻ എന്നുള്ള അവകാശവാദമാണ് നാം ഉന്നയിക്കുന്നത്. അല്ലെങ്കിൽ ബേത്ലഹേമിൽ വരുന്നതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവൻ തുടങ്ങി എന്നുള്ള അർത്ഥത്തിൽ, പിന്നെ എന്നും ഉണ്ടായിരുന്നു. ഈ പൂർവാസ്തിക്യത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നിത്യത എന്ന് പറയുന്നത്, ഞാനിപ്പോൾ പറഞ്ഞു, പൂർവാസ്തിക്യം യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം നിത്യതയെ കാണിക്കുന്നതാണ്. നിത്യത എന്നുള്ളത് ദൈവത്തിന് മാത്രമുള്ള ഗുണമാണ്. നിത്യനല്ലെങ്കിൽ ആ ദൈവം ദൈവമല്ല, ദൈവം നിത്യനായിരിക്കണം. യേശുക്രിസ്തുവിന് നിത്യതയില്ലെങ്കിൽ തൃത്വമില്ല. യേശുക്രിസ്തുവിന് നിത്യതയില്ലെങ്കിൽ നിത്യനിർണയങ്ങളില്ല. യേശുക്രിസ്തുവിന് നിത്യതയില്ലെങ്കിൽ മനുഷ്യന് വീണ്ടെടുപ്പ് സാധ്യമല്ല. നിത്യനിയമമില്ല, നിത്യജീവനില്ല, നിത്യ പൗരോഹിത്യമില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? അതുകൊണ്ട് ക്രിസ്തുവിന്റെ പൂർവാസ്തിക്യം അല്ലെങ്കിൽ നിത്യത എന്നുള്ള വിഷയം
നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനുള്ള തെളിവുകൾ വചനത്തിൽ എന്തെല്ലാം ഉണ്ട്? പൂർവാസ്തിക്യത്തിനുള്ള തെളിവുകൾ ഏതാണ്ട് 4 കൂട്ടം തെളിവുകൾ എൻ്റെ നോട്ടിലുണ്ട്. 5 കൂട്ടം തെളിവുകൾ നോട്ടിലുണ്ട്. ഒന്ന്, വരവിന്റെ സ്വഭാവം എന്ന് വെച്ചാൽ കർത്താവിന്റെ വരവിന്റെ സ്വഭാവം നോക്കിയാൽ നിത്യത നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ പൂർവാസ്തിക്യം നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും. ചില വാക്യങ്ങൾ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം വായിക്കുക. യോഹന്നാൻ 13:13 സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി. അതെന്തിനെ കുറിച്ച് പറയുക? ഈ ഭൂമിയിലേക്ക് വന്ന കാര്യമാണ്, ജഡാവതാരത്തെ കുറിച്ചാണ് പറയുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ. അപ്പോൾ അത് പറയുമ്പോൾ അതിന്റെ അർത്ഥം അവൻ സ്വർഗത്തിൽ ഉണ്ടായിരുന്നു. ബേത്ലഹേമിൽ അല്ല കർത്താവിന്റെ ആരംഭം. ബേത്ലഹേമിൽ അവൻ വന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു. 31-ാം വാക്യം, ആ അധ്യായം തന്നെ 31-ാം വാക്യം, മുകളിൽ നിന്ന് വരുന്നവൻ അല്ലെങ്കിൽ കർത്താവ് മുകളിൽ നിന്ന് വന്നു. ആ മുകളിൽ നിന്ന് പറയുന്നത് 13-ാം വാക്യത്തിൽ കണ്ട സ്വർഗത്തിൽ നിന്ന് എന്നുള്ള ആ ആശയം തന്നെയാണ്. ഇനി 8-ാം അധ്യായത്തിലേക്ക് വരിക. 8-ാം അധ്യായം 42-ാം വാക്യം എന്താണ് അവിടെ നമുക്ക് കാണുന്നത്? യോഹന്നാൻ 8:42, ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു. ഒക്കെ ഇതെല്ലാം വെവ്വേറെ പ്രയോഗങ്ങളാണ്, പക്ഷെ ഒരേ കാര്യത്തെ കാണിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വന്നു, മേലിൽ നിന്ന് വന്നു, ദൈവത്തിന്റെ അരികിൽ നിന്ന് വന്നു. ഇനി 10-ാം അധ്യായം 36-ാം വാക്യം, 10-ാം അധ്യായം 36-ാം വാക്യം, ലോകത്തിൽ അയച്ചവനോട്. അപ്പൊ ലോകത്തിൽ അയച്ചവൻ, അല്ലെങ്കിൽ അവൻ ലോകത്തിൽ അയക്കപ്പെട്ടവനാണ്. അയക്കപ്പെട്ടവൻ എന്ന് പറയുമ്പോഴും ഇങ്ങോട്ട് വരുന്നതിന് മുൻപേ ഉണ്ടായിരുന്നു. ഇല്ലാത്ത ആളിനെ അയക്കാനൊക്കില്ല. ഒക്കുവോ? ഇല്ലാത്ത ആളിനെ അയക്കാനൊക്കെ. അപ്പോൾ ആ പ്രയോഗവും ലോകത്തിൽ അയച്ചവനോട് എന്നുള്ള ആ പ്രയോഗവും നമ്മെ ഓർപ്പിക്കുന്നത് കർത്താവിന്റെ പൂർവാസ്തിക്യമാണ്. പിതാവ് അയച്ചവനാണ് പുത്രൻ, ഭൂമിയിലേക്ക് അയച്ചവനാണ്, അയക്കപ്പെട്ടവനാണ് പുത്രൻ. യോഹന്നാൻ 1:6 വായിച്ചാട്ട് നമുക്ക് അല്പ സംശയം ഉളവാക്കുന്ന ഒരു വാക്കാണ് അവിടെ. യോഹന്നാൻ 1:6, ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു. അതാരെ കുറിച്ചാണ്? യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ്. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു. അപ്പോ അദ്ദേഹത്തിന് പൂർവാസ്തിക്യമുള്ള ആളായിരുന്നു. അപ്പൊ എങ്ങനെ വിശദീകരിക്കാം അത്? ദൈവം അയച്ചതാ. കർത്താവിനെ കുറിച്ച് നാം കണ്ടത് അങ്ങനെ തന്നെയല്ലേ? അപ്പൊ യോഹന്നാനെ കുറിച്ചും അവ പിതാവ് അയച്ചവരെന്ന് പറയുമ്പോൾ നാം പറഞ്ഞത് പൂർവാസ്തിക്യത്തെ കാണിക്കുന്നത്, നിത്യതയെ കാണിക്കുന്നതാണെന്ന്. യോഹന്നാനെ കുറിച്ചും അങ്ങനെ പറയുന്നു, ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു. അപ്പോ യോഹന്നാനും ഒക്കെ ഉണ്ടോ ഈ നിത്യതയൊക്കെ? അപ്പൊ താനും ദൈവമാണ്. അപ്പൊ ആരെങ്കിലും അങ്ങനെ ചോദിച്ചാൽ എങ്ങനെ വിശദീകരിക്കാനൊക്കും? ഇതൊക്കെ അയക്കുക എന്ന് പറയുന്നതിന് എവിടെ നിന്ന് അയക്കുന്നു എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. പുത്രനെ സ്വർഗത്തിൽ നിന്ന് അയച്ചു. യോഹന്നാനെ ഭൂമിയിൽ നിന്ന് തന്നെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അയക്കുന്ന രംഗമാണ്. അപ്പൊ അയപ്പ് പലതുണ്ട്, എല്ലാം പൂർവാസ്തിക്യത്തെ കാണിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിനെ സ്വർഗത്തിൽ നിന്ന്, മുകളിൽ നിന്ന്, പിതാവിന്റെ അരികിൽ നിന്ന് തുടങ്ങിയുള്ള പ്രയോഗങ്ങൾ കാണുമ്പോ ബേത്ലഹേമിൽ വരുന്നതിന് മുൻപേ അവൻ ജീവിച്ചിരുന്നു എന്നുള്ള കാര്യമാണ്. ആ വരവിന്റെ സ്വഭാവം നമ്മെ ഓർപ്പിക്കുന്നത് കർത്താവ് പൂർവാസ്തിക്യമുള്ള ഉണ്ടായിരുന്നവനാണ് എന്നുള്ളതാണ്. ബേത്ലഹേമിൽ ആരംഭിച്ചവനല്ല. 2, കർത്താവിന്റെ നാമം എന്ന് വെച്ചാൽ കർത്താവിന്റെ ഒരു പേര്. യെശയ്യാ 9:6 നോക്കുക. യെശയ്യാ 9:6 മശീഹയെ കുറിച്ചുള്ള ചില വിവരണങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നൽകപ്പെട്ടിരിക്കുന്നു. നിത്യപിതാവ്, ആ പ്രയോഗമാണ് നാം അവിടെ ശ്രദ്ധിക്കേണ്ടത്. നിത്യപിതാവ്. ഇത് പിതാവിനെ കുറിച്ചുള്ളതല്ല, പിതാവായ ദൈവത്തെ കുറിച്ച് പറയുന്ന കാര്യമല്ല, മശീഹയെ കുറിച്ച് അല്ലെങ്കിൽ പുത്രനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. നിത്യപിതാവ്. ആ നിത്യപിതാവ് എന്നുള്ള പ്രയോഗം ഇങ്ങനെ വിശദീകരിച്ച് നാം മനസ്സിലാക്കുവാൻ ആവശ്യമുണ്ട്. അവൻ നിത്യതയുടെ പിതാവാണ്. അവൻ നിത്യതയുടെ പിതാവെങ്കിൽ അവൻ നിത്യൻ. മനസ്സിലാകുന്നുണ്ടല്ലോ? അവൻ നിത്യതയുടെ പിതാവ് എന്ന് പറയുമ്പോൾ അവൻ നിത്യതയുടെ ആരംഭമാണ്. നിത്യത അവനിൽ ആരംഭിച്ചു. നിത്യതയ്ക്ക് ആരംഭമുണ്ടോ? നിത്യതയ്ക്ക് ആരംഭമുണ്ടോ? ഇല്ല. ആരംഭമുണ്ടെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. എന്നാൽ ആ ആരംഭമില്ലാത്തതിന്റെയും ആരംഭം അവന്. എങ്കിൽ അവൻ ആരംഭമില്ല, അവൻ നിത്യൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ആ നിത്യപിതാവ് എന്നുള്ള പ്രയോഗം അവിടെ കർത്താവിന് കൊടുത്തിരിക്കുന്നത് തന്നെ കർത്താവിന്റെ നിത്യതയെ കാണിക്കുന്ന പ്രയോഗമാണ്.
ഇനി മറ്റൊന്ന്, സൃഷ്ടികർമ്മം എന്ന അടുത്ത മൂന്നാമത്തെ പോയിന്റ് നമുക്ക് കൊടുക്കാം. ഇവിടെ നാം കാണുന്നത് പൂർവാസ്തികത്തിന്റെ തെളിവുകളാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? എന്തുകൊണ്ട് കർത്താവിന് പൂർവാസ്തികമുണ്ടെന്ന് നാം പറയുന്നു. അതിനുള്ള തെളിവുകൾ വചനത്തിൽ നിന്നും നമുക്ക് എന്ത് കൊടുക്കുവാനുണ്ട്, ആ കാര്യമാണ് നാം ഇവിടെ നോക്കുന്നത്. അപ്പോൾ നാം ആദ്യം കണ്ടത് വരവിന്റെ സ്വഭാവം, രണ്ടാമത്തത് കർത്താവിന്റെ നാമം, ഇപ്പോൾ മൂന്നാമത്തത് സൃഷ്ടികർമ്മം. സൃഷ്ടികർമ്മം യോഹന്നാൻ 1:3 നോക്കിയാട്ട്, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായത്. സകലവും അവൻ മുഖാന്തരം ഉളവായി എന്ന് വെച്ചാൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാം അവനാൽ സൃഷ്ടിക്കപ്പെട്ടു. സൃഷ്ടിക്കപ്പെട്ടതെല്ലാം അവന്റെ സൃഷ്ടിയാണെങ്കിൽ അവൻ സൃഷ്ടിയല്ല, അവൻ ഉളവായതല്ല, അവൻ സൃഷ്ടിയല്ല, അവൻ സൃഷ്ടാവാണ്. സകലവും അവൻ മുഖാന്തരം സൃഷ്ടിപ്പെട്ടു. സൃഷ്ടിക്കപ്പെട്ട സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ അവൻ സൃഷ്ടിയല്ല, പിന്നെ അവൻ സൃഷ്ടാവ്. കൊലോസ് ലേഖനത്തിലേക്ക് ഒന്ന് വരാം. ഇതേ കാര്യം അപ്പോസ്തലനായ പൗലോസും വിശദീകരിക്കുന്നത് നാം കാണുന്നുണ്ട്. കൊലോസ് ലേഖനം 1-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം നോക്കുക. നമുക്ക് സകലവും അവനാൽ സൃഷ്ടിക്കപ്പെട്ടു. അവനാൽ എന്ന് വെച്ചാൽ നാം യോഹന്നാൻ 1:3 കാണുന്ന അതേ പ്രയോഗം എവിടെയും നാം കാണുന്നു. സകലവും അവനാൽ സൃഷ്ടിക്കപ്പെട്ടു. നാം ഒന്ന് ഓർക്കേണ്ടത്, യോഹന്നാന്റെ സുവിശേഷം, കൊലോസ്യ ലേഖനം, അതുപോലെ യോഹന്നാന്റെ ലേഖനങ്ങൾ, ഇവയൊക്കെ എഴുതുവാനുള്ള പശ്ചാത്തലം ആ ആദിമ കാലത്ത് തന്നെ, അപ്പോസ്തല കാലത്ത് തന്നെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്വം തുടങ്ങിയവയെ ചോദ്യം ചെയ്യുന്ന ആളുകൾ എഴുന്നേറ്റ് വന്നിരുന്നു. പ്രത്യേകിച്ച് ജ്ഞേയവാദികൾ, ഇംഗ്ലീഷിൽ നോസ്റ്റിക്സ് എന്ന് പറയും. ജ്ഞേയവാദികൾ, ജ്ഞാനം, അതിന്റെയാണ് ജ്ഞേയവാദികൾ. മനസ്സിലായല്ലോ ആ വാക്ക്? പ്രധാനപ്പെട്ട വാക്കല്ല, എന്നാലും കർത്താവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആ വാക്കൊക്കെ പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണ്. ജ്ഞാനവാദം അത് തന്നെയാണ്. ജ്ഞേയവാദം, ചിലര് ജ്ഞേയവാദം എന്ന് പറയും, ചിലര് ജ്ഞാനവാദം എന്ന്. ജ്ഞേയവും ജ്ഞാനവും ഒന്ന് തന്നെയാണ്. ഓക്കെ, ജ്ഞേയവാദം അല്ലെങ്കിൽ ജ്ഞാനവാദം, അവർ പ്രത്യേക ജ്ഞാനം ആർജിച്ചവരാണെന്നുള്ള വാദമുള്ളവരാണ്. അപ്പൊ ആ ജ്ഞാനവാദക്കാർ അക്കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. ക്രിസ്തുവിന് മുൻപ് തന്നെയുള്ള ഒരു കൂട്ടമാണ് അവർ. പൗരസ്ത്യ ചിന്താഗതികൾ, അല്ലെങ്കിൽ ഇന്ത്യയിലെ, ചൈനയിലെ, ജപ്പാനിലും ഒക്കെ പൂർവ്വകാലങ്ങളിൽ ഉണ്ടായിരുന്ന ചിന്താഗതികൾ, അതുപോലെ അറബ് ദേശങ്ങളിലുള്ള ചിന്താഗതികൾ, ഗ്രേക്ക് റോമൻകാരുടെ ചിന്താഗതികൾ, ഇതെല്ലാം ചേർത്ത്, ഇവയിൽ നിന്നെല്ലാം തത്വജ്ഞാനമൊക്കെ ചേർത്തുണ്ടാക്കപ്പെട്ട ഒരു കൂട്ടമാണ് ജ്ഞേയവാദികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജ്ഞാനവാദികൾ എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വത്തെ കുറച്ച് കാണിക്കുന്ന ഉപദേശങ്ങളായിരുന്നു അവർ. അവരുടെ ഉപദേശങ്ങളിൽ, അവരുടെ പഠിപ്പിക്കലുകളിൽ പ്രധാനപ്പെട്ട ഒരു പഠിപ്പിക്കൽ, ഖരമായിട്ടുള്ള, അല്ലെങ്കിൽ നാം കാണുന്ന ഈ വസ്തുക്കൾ, ഖരം, മനസ്സിലായല്ലോ ആ വാക്ക്? ഖരമായിട്ട്, സോളിഡായിട്ടുള്ളതെല്ലാം പാപമയമെന്നവർ വിചാരിച്ചു. അപ്പോ ഈ കാണുന്ന ഭൂമിയും ഈ ജഡവും ഒക്കെ പാപമയം എന്നവർ പഠിപ്പിച്ചിരുന്നു. അപ്പൊ ഈ ജഡം പാപമയമാണെങ്കിൽ ദൈവത്തിന് ജഡത്തിൽ വരാൻ സാധിക്കും? ഇല്ല, സാധിക്കില്ല. അപ്പോൾ എന്നിട്ട് അവർ പറഞ്ഞു, അവൻ ജഡത്തിൽ വന്നില്ല, ജഡമെന്ന പോലെ അവർ കണ്ടതേയുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെയുള്ള ചിന്താഗതി, അല്ലെങ്കിൽ ജഡാവതാരം അവർ നിരാകരിച്ചു. ജഡാവതാരമില്ലെങ്കിൽ ക്രൂശീകരണമില്ല, ക്രൂശീകരണമില്ലെങ്കിൽ ഉയർപ്പില്ല, ക്രൂശീകരണവും ഉയർപ്പും ഇല്ലെങ്കിൽ പാപമോചനമില്ല. അപ്പോ ലോകത്തിന്റെ രക്ഷയ്ക്ക് നിദാനമായിരിക്കുന്ന, ക്രിസ്തു വിശ്വാസത്തിന്റെ അടിസ്ഥാനമായിരിക്കുന്ന എല്ലാ ഉപദേശങ്ങളെയും, അവർക്ക് സകലവുമായിരിക്കുന്ന കർത്താവിന്റെ മഹത്വത്തെയും ഹനിക്കുന്നതായിട്ടുള്ള ഉപദേശങ്ങളായിരുന്നു അവരുടെ. അപ്പോൾ അവൻ സകലത്തെ, എന്നിട്ട് ഈ ലോകവും അതിലുള്ളതുമൊക്കെ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതിന് അവർ പല വിശദീകരണങ്ങൾ നൽകിയിരുന്നു. അവർ പറയുന്ന വിശദീകരണം ഇതാ: ദൈവമന്നിരുന്ന് സൃഷ്ടിച്ചത് കുട്ടി ദൈവങ്ങൾ, അല്ലെങ്കിൽ ശക്തരായിട്ടുള്ള ദൂതന്മാർ, ഇവരൊക്കെയാണ് ഇവർക്ക് സൃഷ്ടിച്ചത് എന്ന് അവർ വിശദീകരിച്ചു. മനസ്സിലാവുന്നുണ്ടല്ലോ? ദൈവമല്ല ഇത് സൃഷ്ടിച്ചത്, പിന്നെ ചില കുട്ടി ദൈവങ്ങളോ ദൂതന്മാരോ ഒക്കെ കൂടാണ് ഇത് സൃഷ്ടിച്ചത്. കാരണം ദൈവത്തിന്, വിശുദ്ധനായ ദൈവത്തിന് സൃഷ്ടി, ഇങ്ങനെയുള്ളത് പാപമയമായ സൃഷ്ടി അസാധ്യമാണ് എന്നൊക്കെ അവർ പഠിപ്പിച്ചു. അതിനാണ് ഈ വായിച്ച വേദഭാഗങ്ങളിലൊക്കെ സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവരെ കൂടാതെ ഉളവായതല്ല. അതുപോലെ പൗലോസും പറയുന്നു, സകലവും അവനാലും. മനസ്സിലാകുന്നുണ്ടോ? സകലവും അവനാലും. ഈ പ്രയോഗം നമ്മുടെ മനസ്സിൽ സ്ഥിരമായിട്ടിരിക്കുന്ന വാക്കുകളാണ്. പൂർവാസ്തിക്കെ സംബന്ധിച്ച് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാം അവർ മുഖാന്തരമാണ് സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ
സൃഷ്ടിക്കപ്പെട്ടതെല്ലാം അവൻ മുഖാന്തരമാണ് സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ അവൻ സൃഷ്ടിയല്ല, അവൻ സ്രഷ്ട. അവൻ സകലത്തിന് മുൻപുള്ളവൻ. പൂർവാസ്തികത്തിലേക്കാണ് അത് വീണ്ടും വിരഴ്ചത്, നിത്യതയിലേക്കാണ് അത് വീണ്ടും വിരഴ്ചത്. അടുത്തതായിട്ട് കർത്താവിന്റെ തന്നെ അവകാശവാദം. യോഹന്നാൻ 8:58 നോക്കിയാട്ട്. യോഹന്നാൻ 8:58. അബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാനുണ്ട്. അതിന്റെ അർത്ഥം എന്താ? അബ്രഹാം ജനിച്ചതിന് 10 വർഷം മുമ്പേ ഞാൻ ഉണ്ടായിരുന്നവനാണെന്നാണ്. പിന്നെ അതിന്റെ തൊട്ട് താഴേക്ക് വായിച്ചാട്ട് യഹൂദന്മാർ എങ്ങനെയാ അത് പ്രതികരിച്ചു നോക്കിയാട്ട്. അതെന്താ കാര്യം? ആരെയാ കല്ലെറിയുന്നത്? ദൈവദൂഷണം പറയുന്നവരെയാണ് കല്ലെറിയുന്നത്, അല്ലേ? ദൈവദൂഷണം പറയുന്നവരാണ് കല്ലെറിയുന്നത്. അപ്പോ അബ്രഹാമിന് മുൻപേ ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അബ്രഹാമിനേക്കാളും 10 വർഷം മുമ്പ് ഞാൻ ജനിച്ചതാണെന്നുള്ള അർത്ഥത്തിലല്ല. കുറെ വർഷങ്ങൾക്ക് മുമ്പേ തൊട്ട് ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. അബ്രഹാമിന് മുൻപേ ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ നിത്യൻ, പൂർവാസ്തിക്കുള്ളവൻ. എങ്ങനെ അത് ഉറപ്പിക്കാം? യഹൂദന്മാർ ആ നിലയിൽ അത് മനസ്സിലാക്കി. അതുകൊണ്ടാണ് അവർ കല്ലെറിയാനായിട്ട് പറയുന്നത്. ഇനി മറ്റൊരു വാക്യത്തിലേക്ക് വരാം. 17-ാം അധ്യായം 5-ാം വാക്യം. യോഹന്നാൻ 17:5 നോക്കുക. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കലുണ്ടായിരുന്ന മഹത്വം. അപ്പോ ലോകമുണ്ടായിരുന്നതിന് മുൻപേ, ഉണ്ടാകുന്നതിന് മുൻപേ അവൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് അവിടെ വ്യക്തമായി കാണാനായിട്ട് കഴിയുന്നുണ്ട്. അബ്രഹാമിന് മുമ്പേ, ലോകമുണ്ടാകും മുമ്പേ. ഇനി 18-ാം അധ്യായം 6-ാം വാക്യം നോക്കുക. 18-ാം അധ്യായം 6-ാം വാക്യം. അവിടെ എന്താ നാം കാണുന്നത്? ഞാൻ തന്നെ എന്നവരോട് പറഞ്ഞപ്പോ അവർ പിൻവാങ്ങി നിലത്തു വീണു. ഞാൻ തന്നെ, കർത്താവിന്റെ ഒരു അവകാശം അവിടെ നാം കാണുന്നുണ്ട്. ഞാൻ തന്നെ. ഇതെന്തെങ്കിലും കാര്യം പഴയ നിയമത്തിൽ നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ? കർത്താവ് ഞാൻ തന്നെ എന്ന് പറയുന്നത്, ഞാനാകുന്നവൻ ഞാനാകുന്നു. മലയാളത്തിൽ നാം വായിക്കുമ്പോ ഞാൻ തന്നെ എന്നാണ് നാം കാണുന്നത്. ഇംഗ്ലീഷിൽ ചില തർജ്ജമകളൊക്കെ നോക്കിയാൽ ഐ ആം, മനസ്സിലാകുന്നു, ഞാനാകുന്നു എന്ന് വെച്ചാൽ ഞാനാകുന്നവൻ ഞാനാകുന്നു. കർത്താവ് അത് പഴയ നിയമത്തിൽ ആരോട് പറഞ്ഞു? മോശയോട് പറഞ്ഞു. മോശ പറഞ്ഞു ഇസ്രായേൽ ജനത്തിന്റെ അരികിൽ ചെല്ലുമ്പോ നീ ആരാ ഇങ്ങോട്ട് വിട്ടത്, ദൈവത്തിന്റെ പേരെന്താ എന്ന് ചോദിക്കും. അവർ കർത്താവ് തന്റെ നാമം കൊണ്ട് വെളിപ്പെടുത്തുക, ഞാനാകുന്നവൻ ഞാനാകുന്നു. അത് യഹോവയുടെ നാമമാണ്. ഇവർ കർത്താവ് ഈ തന്നെ അറസ്റ്റ് ചെയ്യുവാൻ വന്ന ആ പടയാളികളോട്, യഹൂദന്മാരോട് പറയുക, ഐ ആം, ഞാനാകുന്നു. അല്ലെങ്കിൽ ആ നാമം താൻ ഉച്ചരിക്കുക. അതിന്റെ ശക്തിയിലാണ് അവിടെ അവർ പിന്നോട്ട് പോയി വീഴുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതോടൊപ്പം പല ഞാനാകുന്നു പ്രയോഗങ്ങൾ നാം സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. അതെല്ലാം ഇതോടുള്ള ബന്ധത്തിൽ കൊണ്ടുപോകാവുന്നതാണ്. ഞാൻ ലോകത്തിലെ വെളിച്ചമാകുന്നു, അല്ലെ? ഞാൻ നല്ല ഇടയനാകുന്നു, ജീവന്റെ അപ്പമാകുന്നു. ഇങ്ങനെ ആ 7 കൂട്ടം ആ അവകാശവാദങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലെല്ലാം നാം അടങ്ങിയിരിക്കുന്നത് ഈ പഴയ നിയമത്തിലെ യഹോവയുടെ നാമത്തിന്റെ ധ്വനിയാണ്. ഇനിയും യോഹന്നാൻ 10:30 നോക്കുക. യോഹന്നാൻ 10:30. ഞാനും പിതാവും ഒന്നാകുന്നു. അവിടെയും കർത്താവിന്റെ അവകാശവാദം നാം കാണും. എന്ന് വെച്ചാൽ ഞാനും പിതാവും വേർപെടുത്തുവാൻ കഴിയാതെ വണ്ണം ഒന്നാകുന്നു. ഇൻസെപ്പറബിൾ. ഞാനും പിതാവും വേർപെടുത്തുവാൻ കഴിയാതെ വണ്ണം ഒന്നാകുന്നു. ഇനി വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം. എന്താ അവിടെ നാം കാണുന്നത്? വെളിപ്പാട് 1:8. ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു. ആ പ്രയോഗങ്ങളെല്ലാം നമ്മെ ഓർപ്പിക്കുന്നത് ഈ അവകാശവാദമാണ്. എന്ത്? നിത്യത, പൂർവാസ്തിക്ക്, ഞാൻ എന്നുമുള്ളവരെന്നുള്ള ആ അവകാശവാദമാണ് അതിലെല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോ വരവിന്റെ സ്വഭാവം നാം ശ്രദ്ധിച്ചു, കർത്താവിന്റെ നാമം നാം ശ്രദ്ധിച്ചു, സൃഷ്ടികർമ്മം നാം ശ്രദ്ധിച്ചു, കർത്താവിന്റെ അവകാശവാദങ്ങൾ ഇപ്പോൾ കണ്ടു. ഇനിയും അടുത്തത് 5-ാമത്തത് മറ്റുള്ളവരുടെ സാക്ഷ്യം. 1-ാമത്തത് യെശയ്യാ 9:6 തന്നെ നാം വീണ്ടും വായിക്കാം. ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. മകൻ ജനിച്ചു എന്നല്ല, നൽകപ്പെട്ടിരിക്കുന്നു. നൽകപ്പെട്ടിരിക്കുന്ന പ്രയോഗം നമ്മെ ഓർപ്പിക്കുന്നത് അതിന് മുൻപ് തന്നെ താൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇല്ലാത്തത് നൽകാൻ സാധ്യത. അപ്പൊ അവിടെ യെശയ്യാവിന്റെ സാക്ഷ്യമാണ് നാം കാണുന്നത്. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അത് പൂർവാസ്തിക്യത്തിലേക്ക് വിരൽച്ചുകൊണ്ടതാണ്. ഇനി മീഖാ പ്രവചനം 5:2 നോക്കുക. മീഖാ 5:2.
അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. ആ പ്രയോഗമാണ്. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. അത് നിത്യതയിലേക്ക് വിരൽച്ചൂട്ടുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. അത് നിത്യതയിലേക്ക് വിരൽച്ചൂട്ടുന്നത്. ഇനി മറ്റൊരു പ്രയോഗത്തിലേക്ക് നമുക്ക് നോക്കാം. യോഹന്നാൻ സ്നാപകന്റെ വാക്കുകൾ. യോഹന്നാൻ 1:15. യോഹന്നാൻ 1:15. അവൻ എനിക്ക് മുൻപേ ഉണ്ടായിരുന്നവൻ. ആരാ ആദ്യം ജനിച്ചത്? യോഹന്നാനോ യേശുവോ? യോഹന്നാൻ. 6 മാസം മുൻപ് യോഹന്നാൻ ജനിച്ചു. അതുകൊണ്ട് എന്നാൽ യോഹന്നാൻ കർത്താവിനെ കുറിച്ച് അവിടെ പറയുന്നത് എനിക്ക് മുൻപേ ഉണ്ടായിരുന്നവൻ എന്ന് വെച്ചാൽ ഈ ജന്മത്തിന് മുൻപേ അവൻ ഉണ്ടായിരുന്നു. അപ്പോൾ യോഹന്നാന്റെ സാക്ഷ്യം അവിടെ നാം കാണുന്നുണ്ട്. അതേ അധ്യായം 30 വാക്യം നോക്കുക. അതേ അധ്യായം 30, അല്ലെങ്കിൽ യോഹന്നാൻ 1:30. നോക്ക്, എനിക്ക് പിന്നാലെ ഒരു പുരുഷൻ വരുന്നു. അത് കർത്താവിന്റെ ജന്മത്തെ കുറിച്ച് പറയുന്നതാണ്. എന്ന് വെച്ചാൽ എനിക്ക് പിന്നാലെ 6 മാസം കഴിഞ്ഞ് ഒരുത്തൻ ബേത്ലഹേമിൽ ജനിക്കുവാനായിട്ട് പോകുന്നു. അത് സാക്ഷാൽ ഇവിടെ കർത്താവ് ജനിച്ച കാര്യത്തെ കുറിച്ചാണ്. എനിക്ക് പിന്നാലെ. എന്നാൽ അതിനെക്കുറിച്ച് പിന്നീട് പറയുന്നത് അവൻ എനിക്ക് മുൻപേ ഉണ്ടായിരുന്നു. അവൻ എനിക്ക് മുൻപേ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം വന്നത് ശരിയാ, ഞാനാണ് ആദ്യം ജനിച്ചത്. 6 മാസം മുമ്പ്, അവനേക്കാളും മുമ്പ് ഞാൻ ജനിച്ചു. എന്നാൽ അവൻ എനിക്ക് മുൻപേ ഉണ്ടായിരുന്നു. ജന്നത്തിലല്ല ആരംഭിച്ചത്. അവൻ ജന്നത്തിലല്ല അവൻ ആരംഭിച്ചത്. അവൻ എന്നും ഉണ്ടായിരുന്നവനാണ്. ഞാൻ പറഞ്ഞത് ഈ വാക്യങ്ങളൊക്കെയും കർത്താവിന്റെ പൂർവാസ്തിക്യത്തെ കാണിക്കുന്നു. അവൻ ബേത്ലഹേമിൽ വരുന്നതിന് മുൻപേ അവൻ ആസ്തിക്യമുള്ളവനായിരുന്നു. അവൻ ഉണ്ടായിരുന്നു. കേവലം വരുന്നതിന് തൊട്ട് മുമ്പല്ല. പിന്നെ ആ പൂർവാസ്തിക്യം കർത്താവിനെ സംബന്ധിച്ച് നാം പറയുമ്പോൾ അത് നിത്യതയ്ക്ക് സമം. കർത്താവ് പൂർവാസ്തിക്യമുള്ളവരെന്ന് പറയുമ്പോൾ കർത്താവ് നിത്യൻ. ഈ വസ്തുത നാം വ്യക്തമായി മനസ്സിലാക്കുവാൻ ആവശ്യമുണ്ട്. കാരണം ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ പൂർവാസ്തിക്യത്തിന്റെ ഉപദേശം പ്രാധാന്യമുള്ളതാണ്. പൂർവാസ്തിക്യം കർത്താവിനില്ലെങ്കിൽ തൃത്വോപദേശം നിൽക്കുകയില്ല. നമ്മുടെ വീണ്ടെടുപ്പ് സാധ്യമാകില്ല. നിത്യജീവന് അവൻ മുഖാന്തരമുള്ള നിത്യജീവന് സാധ്യതയില്ല. നിത്യനിർണയങ്ങൾക്ക് അർത്ഥമില്ലാതെ വരും. നിത്യ നിയമത്തിന് സാധുതയില്ലാതെ വരും. നിത്യ പൗരോഹിത്യം സാധ്യമല്ലാതെ വരും. അവൻ നിത്യനായിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. വചനത്തിൽ ഇത്രമാത്രം തെളിവുകൾ അതിന് നമുക്കുണ്ട്. അവന്റെ പൂർവാസ്തിക്യം അല്ലെങ്കിൽ അവന്റെ നിത്യത. ഇനി ഈ വിഷയത്തെ കുറിച്ച് തന്നെ മറ്റൊരു കാര്യം കൂടി ഓർപ്പിക്കുവാനായിട്ടുണ്ട്. അത് ഈ പൂർവാസ്തിക്യത്തിന്റെ സ്വഭാവങ്ങൾ, കർത്താവ് ജനിക്കുന്നതിന് മുൻപേ അവൻ ഉണ്ടായിരുന്നു, അവൻ നിത്യനാണ്. അവന്റെ ആസ്തിക്യത്തിന്റെ സ്വഭാവങ്ങൾ ഏത് നിലയിൽ അവൻ ആസ്തിക്യമുള്ളവനായിരുന്നു, അവന്റെ ആ ജീവന്റെ സ്വഭാവം എന്തായിരുന്നു ആ സമയത്ത്, ആ കാര്യം കൂടി 3-4 പോയിന്റ് നാം എഴുതി ഈ ക്ലാസ് നിർത്താമെന്ന് വിചാരിക്കും. പൂർവാസ്തിക്യത്തിന്റെ സ്വഭാവം. കർത്താവിനെ സംബന്ധിച്ച് പൂർവാസ്തിക്യം എന്ന് പറയുമ്പോൾ നിത്യതയെ കാണിക്കുന്നതാണ്. അവൾ പൂർവാസ്തിക്യത്തിന്റെ സ്വഭാവങ്ങൾ എന്ന് പറയുമ്പോൾ നിത്യത്വത്തിന്റെ അവന്റെ സ്വഭാവമാണ്. അവിടെ 4 കാര്യങ്ങൾ നമുക്ക് എഴുതാം. ഒന്നാമത് വ്യക്തിത്വത്തോടെയുള്ള ആസ്തിക്യമായിരുന്നു. അത് വ്യക്തിത്വത്തോടെയുള്ള ആസ്തിക്യമായിരുന്നു അത്. യോഹന്നാൻ 1:1 ഒന്ന് പറഞ്ഞാട്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു. അടുത്ത പ്രയോഗം വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ഈ വചനം ഏതാ? എങ്ങനെ മനസ്സിലാക്കാം? 14-ാം വാക്യം. വചനം ജഡമായി തീർന്നു. അപ്പോൾ വചനം എന്ന് 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ജഡമായി തീർന്ന കർത്താവിനെ കുറിക്കുന്നതാണെന്നുള്ളത് വ്യക്തം. അപ്പൊ ആ 1-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് നാം കാണുന്നത് വചനം ദൈവത്തോട് കൂടെയായിരുന്നു. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ആ കൂടെ പ്രയോഗം ശ്രദ്ധിക്കുക. കൂടെ എന്നുള്ള പ്രയോഗം ശ്രദ്ധിക്കുക. ആ കൂടെ പ്രയോഗം നമ്മെ ഓർപ്പിക്കുന്നത് ആ വചനത്തിന് അല്ലെങ്കിൽ ആ യേശുക്രിസ്തുവിന് പൂർവാസ്തിക്യത്തിൽ അവന്റെ നിത്യതയിൽ വ്യത്യസ്തമായ വ്യക്തിത്വം ഉണ്ടായിരുന്നു എന്നുള്ളത്. കൂടെ ആയിരുന്നു എന്ന് പറയുമ്പോൾ വചനത്തിന് പ്രത്യേകമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വ്യക്തിത്വം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മെ ഓർപ്പിക്കുന്നത്. മനസ്സിലായല്ലോ? ഞാനും പിതാവും ഒന്നാകുന്നു. ആ വ്യത്യസ്തമായ ഒരു ആസ്തിക്യം ഇല്ല എന്ന് നമുക്ക് ചിന്തിക്കുവാൻ ഇടവരരുത്. ഒന്നായിരിക്കെ തന്നെ എന്ത് വ്യത്യസ്തനുമായിരുന്നു.
നമ്മൾ രണ്ട് സാധനങ്ങൾ വെച്ചാൽ ഒന്നിന്റെ കൂടെ, അത് കൂടെയാന്ന് പറയുമ്പോൾ രണ്ടും രണ്ടാണെന്ന് വ്യക്തമാണ്. അപ്പോൾ അവർ ഒന്നായിരിക്കുന്നതന്റെ രണ്ടാണ്, വ്യക്തിത്വത്തിൽ രണ്ടാണ്. അതാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ അല്ലെങ്കിൽ വചനത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള അവന്റെ വ്യക്തിത്വത്തെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അത് വ്യക്തിത്വത്തോട് കൂടെയുള്ള ആസ്തിക്യമായിരുന്നു. രണ്ട്, സമത്വത്തോടു കൂടെയുള്ള ആസ്തിക്യമായിരുന്നു. സമത്വം, ആദ്യത്തെ നാം വ്യക്തിത്വമാണ്, രണ്ടാമത്തേത് സമത്വം. സമത്വം എന്ന് പറയുമ്പോൾ തുല്യതയാണത് കാണിക്കുന്നത്. ആ വാക്യത്തെ തന്നെ യോഹന്നാൻ 1:1 തന്നെ നമ്മൾ കാണുന്നുണ്ട്, വചനം ദൈവമായിരുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവിടെ ആ വചനത്തിന്റെ സമത്വം, ദൈവത്തോടുള്ള സമത്വം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് മഹത്വത്തോടെയുള്ള ആസ്തിക്യമായിരുന്നു. അത് മഹത്വത്തോടെയുള്ള ആസ്തിക്യമായിരുന്നു. യോഹന്നാൻ 17:5 നോക്കുക, അവിടെ നമുക്കത് കാണാനായിട്ട് കഴിയുന്നു. യോഹന്നാൻ 17:5, എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം. മനസ്സിലാവുന്നല്ലോ? 24 വാക്യം നോക്കുക, അവിടെയും ആ കാര്യം കാണുന്നു. ലോകസ്ഥാപനത്തിന് മുൻപേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നോക്ക, നീ എനിക്ക് നൽകിയ മഹത്വം. ഇങ്ങോട്ട് വരുന്നതിന് മുൻപുള്ള കാര്യമാ അവിടെ നാം കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ മഹത്വത്തോടു കൂടെയുള്ള ആസ്തിക്യമായിരുന്നു അത്. ഇനി ഒന്നുകൂടി നമുക്ക് എഴുതാം, ക്രിയാത്മകമായ ആസ്തിക്യവുമായിരുന്നു അത്. ക്രിയാത്മകമായ ആസ്തിക്യവുമായിരുന്നു. എന്താ ഇതിന്റെ അർത്ഥം? ക്രിയകളുണ്ടായിരുന്നു, പ്രവൃത്തികളുണ്ടായിരുന്നു. പൂർവാസ്തിക്യത്തിൽ നിത്യതയിൽ എന്ത് പ്രവൃത്തിയാണ്? ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ, ഒരു സൃഷ്ടിയും ഇല്ലാതെ ഇരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് എന്ത് പ്രവൃത്തിയാണ്? നാം 1 യോഹന്നാൻ 4-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നുണ്ട് എന്താ ദൈവത്തെക്കുറിച്ചുള്ള ഒരു പ്രസ്താവന. ദൈവം സ്നേഹം തന്നെ. അതേ അധ്യായത്തിൽ നിന്ന് വീണ്ടും അത് നാം കാണുന്നു 16-ാം വാക്യത്തിൽ, ദൈവം സ്നേഹം തന്നെ. എന്നു മുതലാണ് ദൈവം സ്നേഹം ആയി തുടങ്ങിയത്? എന്നും ദൈവം സ്നേഹമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന സമയം തൊട്ട്, മനുഷ്യനുണ്ടായപ്പോ തൊട്ട് ദൈവം സ്നേഹിക്കാൻ തുടങ്ങി ഇല്ല, അങ്ങനെ പറയാൻ സാധ്യമല്ല. ദൈവം സ്നേഹമാകുന്നു എന്ന് പറഞ്ഞാൽ, ആയി എന്നല്ല അവിടെ പറയുന്നതിനെ, ആകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ എന്നും സ്നേഹമാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അവൻ എന്നും സ്നേഹമാണ്. നാം ഒന്ന് ഓർക്കേണ്ടത്, സ്നേഹത്തെ കുറിച്ച് ഒന്ന് ഓർക്കേണ്ടത്, സ്നേഹം കേവലം ഒരു ഭാവമല്ല, കേവലം ഒരു ക്രിയയാണ്. സ്നേഹിക്കുക എന്ന് പറയുന്നത് പ്രായോഗിക വശത്ത് വരുന്നതാണ്. നോക്കുക, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അവർ 3 വ്യക്തികൾ ഉണ്ടായിരുന്നു. അവർ മൂന്ന് വ്യക്തികളായി എന്നും ഉണ്ടായിരുന്നു. മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുൻപ്, സൃഷ്ടി ഉണ്ടാകുന്നതിന് മുൻപേയും ദൈവം സ്നേഹമായിരുന്നു എന്ന് നാം പറഞ്ഞു. അവൻ ആരെ സ്നേഹിച്ചു? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ ഈ 3 വ്യക്തികൾ തമ്മിൽ സ്നേഹത്തിൽ അവർ വസിച്ചു. മാത്രമല്ല, കർത്താവിന്റെ നിത്യനിർണയങ്ങളെ കുറിച്ച് നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിത്യനിർണയങ്ങൾ എഫേസ്യ ലേഖനമൊക്കെ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. അതുപോലെ ദൈവം നമ്മെ മുന്നറിഞ്ഞു എന്ന് പറയുന്നത് എന്നറിഞ്ഞ കാര്യമാണ്, നിത്യതയാണ് അത് കാണിക്കുന്നത്. ദൈവം നമ്മെ മുൻ നിയമിച്ചു എന്ന് നാം കാണുന്നുണ്ട്. എഫേസ്യ ലേഖനം 1:5 നാം കാണുന്നു, 1:5, 11 തുടങ്ങിയുള്ള വാക്യങ്ങൾ കാണുന്നു. എന്താണ് മുൻ നിയമിച്ചു എന്ന് പറഞ്ഞാൽ? മുൻ നിയമിച്ചു എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിനായി നമ്മെ നിയമിച്ചു. മനസ്സിലാവുന്നുണ്ടല്ലോ? മുൻ എന്ന് പറയുമ്പോ നിത്യത, അതുപോലെ തന്നെ തിരഞ്ഞെടുത്തു എന്ന് നാം കാണുന്നു. ഇതെല്ലാം നമ്മെ സംബന്ധിച്ച് കഴിഞ്ഞ നിത്യതയിൽ ദൈവം ചെയ്ത കാര്യങ്ങളാണ്. അതിന്റെ അർത്ഥം ദൈവം അന്നേ നമ്മെ കണ്ട്, നാം ഒന്ന് ഓർക്കണം, ദൈവം കാലാതീതന്. മനസ്സിലാവുന്നുണ്ടല്ലോ? ദൈവം കാലാതീതന്. നാം ഈ കാലത്തിലുള്ളവരാണ്. ഓക്കെ, നാം കാലത്തിന് ഒരു വര വരയ്ക്കാമെങ്കിൽ നാം എല്ലാം ആ വരയിലുള്ളവരാണ്. പിന്നോട്ട് നോക്കി നാം ഭൂതകാലം എന്ന് പറയും, ആ നിൽക്കുന്ന സമയത്തെ നോക്കി നാം വർത്തമാനകാലം എന്ന് പറയും, പിന്നെ മുന്നോട്ട് നോക്കി ഭാവികാലം എന്ന് പറയും. ശരിയാണല്ലോ? എന്നാൽ ദൈവം ആ വരയിലുള്ളവനല്ല, അവൻ അതിനുപരിയായി നിൽക്കുന്നവനാണ്, മുകളിലായി നിൽക്കുന്നവനാണ്. ഈ ഭൂതവും വർത്തമാനവും ഭാവിയും ഒരേ സമയത്ത് അവന്
കാണാനായിട്ട് സാധിക്കും. സകല കാലവും അവന് വർത്തമാനകാലമാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, കഴിഞ്ഞ നിത്യതയിൽ തന്നെ അവൻ നമ്മെ കണ്ടു, മുൻനിയമിച്ചു, തിരഞ്ഞെടുത്തു, മുൻനിർണയിച്ചു. ഇതെല്ലാം അന്ന് നടന്നു. പറഞ്ഞതിന്റെ അർത്ഥം, കഴിഞ്ഞ നിത്യതയിൽ കർത്താവ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അവൻ ക്രിയാത്മകനായിരുന്നു. അവൻ ക്രിയകൾ ചെയ്തിരുന്നു, പ്രവർത്തികൾ ഉണ്ടായിരുന്നു. ഒന്നും ചെയ്യാതിരിക്കുകയായിരുന്നില്ല. വേറെയും പലതുണ്ടായിരുന്നിരിക്കാം, നമുക്കെല്ലാം വിശദീകരിക്കാനായിട്ട് സാധ്യം. നാം ഇത് പറയുമ്പോ, കർത്താവിന്റെ പൂർവാസ്തികത്തെ കുറിച്ച് പറയുമ്പോ, ചിലർ രണ്ട് പ്രയോഗങ്ങൾ കർത്താവിനെ കുറിച്ച് പറയുന്നത് എടുത്തു പറയാറുണ്ട് ഇതിന് വിരുദ്ധമായി. ഒന്ന്, അവൻ ഏകജാതൻ. രണ്ട്, അവൻ ആദ്യജാതൻ. അവൻ ജാതൻ എന്ന് പറയുമ്പോൾ ആരംഭമില്ലേ? അപ്പോൾ ഈ വാക്കുകൾ എടുത്തുകൊണ്ട് ചിലർ ഈ നിത്യതയെ ഖണ്ഡിക്കുവാൻ ശ്രമിക്കാറുണ്ട്. അവൻ ആദ്യജാതനെങ്കിൽ അനവധി മക്കളുണ്ട്, അതിൽ ആദ്യത്തത് അവൻ. ദൈവമക്കൾ അനവധിയുണ്ട്, അതിൽ ആദ്യജാതൻ അവൻ. അപ്പോൾ മറ്റുള്ളവരെല്ലാം ആരംഭമുള്ളവരാണെങ്കിൽ ഇവനും ആരംഭമുണ്ട്. മനസ്സിലാകുന്നുണ്ടല്ലോ പറഞ്ഞ്? അതുപോലെ ഏകജാതൻ എന്ന് പറയുമ്പോഴും ആരംഭമുണ്ട്. ദൈവത്തിന് ജനിച്ചവൻ ജാതൻ. മുസ്ലിങ്ങളോടോ ഒക്കെ വർത്താനം പറയാനായിട്ട് പോയാൽ അവർ സാധാരണ എടുത്തുകൊണ്ട് വരുന്ന പ്രയോഗങ്ങൾ ഇതൊക്കെ. എന്നാൽ നാം ഒന്ന് ഓർക്കേണ്ടത്, ഏകജാതൻ, ആദ്യജാതൻ തുടങ്ങിയുള്ള പ്രയോഗങ്ങൾ ഒരാരംഭത്തെ കാണിക്കുന്നതല്ല, പിന്നെ അത് ആ വ്യക്തിയുടെ പ്രാധാന്യത്തെ കാണിക്കുന്ന പ്രയോഗം. ഏകജാതൻ എന്നുള്ള പ്രയോഗം നിങ്ങൾ എഴുതിയെടുത്തുകൊള്ളുക. ഏകജാതൻ വായിക്കേണ്ട സമയം പോയതുകൊണ്ട്. യോഹന്നാൻ 1:14, 18, 3:16, അനവധി വാക്യങ്ങളുണ്ട്. അങ്ങനെ ഏകജാതൻ എന്നുള്ള പ്രയോഗം പലയിടത്തും നാം കാണുന്നുണ്ട്. ഈ പ്രയോഗം കർത്താവിന്റെ അതുല്യതയെ എന്ന് വെച്ചാൽ തുല്യനില്ലാത്തവൻ എന്നുള്ളതിനെ, അതുല്യതയെ കാണിക്കുന്നു. ഇതെങ്ങനെ തെളിയിക്കാം? നമുക്ക് ചുമ്മാതെ പറഞ്ഞാൽ മതിയോ? ഇതിനൊരു ഉദാഹരണം കാണിക്കണ്ടേ? ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരാം. 22-ാം അധ്യായം, അതിന്റെ 2-ാം വാക്യം. ഉൽപ്പത്തി 22-ന്റെ 2-ാം വാക്യം. നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ. ഇസ്ഹാക്ക് ഏകജാതനായിരുന്നു, വേറെ മക്കളില്ലായിരുന്നു. അബ്രഹാമിന് ഇസ്മായിൽ ഉണ്ടായിരുന്നു. വാഗ്ദത്ത പ്രകാരമുള്ളവനല്ല, ശരിയാ, എന്നാലും മകനുണ്ടായിരുന്നു. അപ്പോ പിന്നെ ഇസ്ഹാക്കിനെ ഏകജാതൻ എന്തെങ്കിലും പറയാം. അത് അവന്റെ അതുല്യതയെ കാണിക്കുന്നതാണ്. ഇവൻ മാത്രമേ ഉള്ളൂ വാഗ്ദത്ത പ്രകാരം ജനിച്ചവൻ. ഇസ്മായിലുണ്ട്, പിന്നീട് കെതൂറയുടെ കുറിച്ച് കാണുന്നുണ്ട്. അപ്പൊ വേറെ മക്കളുണ്ടായിരുന്നു. എന്നാൽ ഇസ്ഹാക്ക് അങ്ങനെയായിരുന്നില്ല. അത് സാറയുടെ മകനാ, വാഗ്ദത്ത പ്രകാരം ജനിച്ചതാണ്. ആ അതുല്യതയെ കാണിക്കുന്നതാണ് ഏകജാതൻ എന്നുള്ള പ്രയോഗം. ഇനി ആദ്യജാതൻ എന്നുള്ള പ്രയോഗമോ? ചില വാക്യങ്ങൾ എഴുതിക്കൊള്ളുക. റോമർ 8:29, കൊലോസ്യ ലേഖനം 1:15, റോമർ 8:29, കൊലോസ്യർ 1:15, 18 തുടങ്ങിയവ. വേറെയും വാക്യങ്ങളുണ്ട്, എല്ലാം എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഭാഗത്തൊക്കെ യേശുക്രിസ്തുവിനെ ആദ്യജാതൻ എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ആദ്യജാതനും ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ആദ്യമായി ജാതനായവൻ. അപ്പൊ ആരംഭമില്ലേ? ആരും പെട്ടെന്ന് വന്ന് ചോദിച്ചാൽ ശരിയാണല്ലോ, ഇത്ര നാൾ അങ്ങനെ അത് ചിന്തിച്ചിരുന്നില്ലല്ലോ, അപ്പൊ ഇവരൊക്കെ നമ്മൾ ഇത്ര നാൾ പഠിച്ചതൊക്കെ തെറ്റാണല്ലോ, ഇല്ലേ? പലരും അങ്ങനെ കുഴയുന്നുണ്ട്. അപ്പൊ ഈ ആദ്യജാതൻ എന്ന പ്രയോഗത്തെ എങ്ങനെ മനസ്സിലാക്കാം? 89-ാം സങ്കീർത്തനത്തിലേക്ക് വരിക. 89-ാം സങ്കീർത്തനം 27-ാം വാക്യം നോക്കുക. 89-ാം സങ്കീർത്തനം 27-ാം വാക്യം. ഞാൻ അവനെ ആദ്യജാതനും ഭൂരാജാക്കന്മാരിൽ ശ്രേഷ്ഠനുമാക്കും. ആരുടെ കാര്യം ഇവിടെ പറയുന്നത്? 20-ാം വാക്യം വായിക്കുക. 20-ാം വാക്യം ദാവീദിനെ കുറിച്ചാണ്. അപ്പൊ ദാവീദിനെ ആദ്യജാതനാക്കുമെന്നാണ് അവർ പറയുന്നത്. അതിന്റെ അർത്ഥം എന്താ? തൊട്ട് പിന്നാലെ പറയുന്നുണ്ട് ഭൂരാജാക്കന്മാരിൽ ശ്രേഷ്ഠൻ. അപ്പോൾ അത് ശ്രേഷ്ഠതയെ കാണിക്കുന്ന പ്രയോഗമാണ്. ആദ്യജാതൻ എന്ന് പറയുമ്പോ ശ്രേഷ്ഠതയെ കാണിക്കുന്നതാണ്, അത് മഹത്വത്തെ കാണിക്കുന്നത്. അപ്പോൾ കർത്താവിന്റെ ആദ്യജാതൻ എന്നുള്ള പ്രയോഗം കർത്താവിന്റെ ശ്രേഷ്ഠതയെ, അവന്റെ മഹത്വത്തെ ദർശിക്കുന്നതാണ്. ഏകജാതൻ അവന്റെ അതുല്യത, യുണീക്നെസ്, അവന്റെ അതുല്യതയെ കാണിക്കുന്നതാണ്. ആദ്യജാതൻ എന്നുള്ള പ്രയോഗം അവന്റെ ശ്രേഷ്ഠതയെ കാണിക്കുന്നതാണ്.
ആദ്യത്തേതെന്നല്ല അതിന്റെ അർത്ഥം. പിന്നെ അവൻ ശ്രേഷ്ഠനെന്ന് അത് ഓർപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾക്ക് നമുക്ക് വേറെയും വാക്യങ്ങളൊക്കെ കാണിക്കാനായിട്ടുണ്ട്. എല്ലാത്തിലേക്കൊന്നും പോകാനായിട്ട് ആവശ്യമില്ല. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം വചനത്തിൽ തന്നെ നമുക്ക് ഉണ്ട്. നാം ഈ ക്ലാസ്സിൽ പഠിച്ചത് യേശുക്രിസ്തുവിന്റെ പൂർവാസ്തികത്തെ കുറിച്ചാണ്. നാം അതിന്റെ അർത്ഥവും അതുപോലെ അതിന്റെ തെളിവുകളും അതിന്റെ പൂർവാസ്തികത്തിന്റെ സ്വഭാവങ്ങളും ഒക്കെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രദ്ധിച്ചു. എനിക്ക് തോന്നുന്നത് നാം കൂടുതൽ സമയം ഇതിലെടുത്തു. അത് നാം അടുത്ത ക്ലാസ്സിൽ തുറക്കേണ്ടത് നാം ക്രിസ്തുവിന്റെ ജഡാവതാരത്തെ കുറിച്ച് നാം കാണുകയും. ഓക്കെ, ക്രിസ്തുവിന്റെ ജഡാവതാരം. ജഡാവതാരം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നുണ്ടോ? ദൈവം ജഡത്തിൽ വെളിപ്പെട്ട കാര്യം. നാം 1 തിമോത്തിയോസ് 3-ാം അധ്യായം 16-ാം വാക്യത്തിന്റെ ആദ്യത്തെ ലൈൻ എന്ന് നോക്കിയാട്ട് അവിടെ അതേക്കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. 1 തിമോത്തിയോസ് 3:16 ആദ്യത്തെ ഭാഗം. ഓക്കെ, ആ 6 ലൈനും ഒന്ന് വായിച്ചാൽ, 16-ാം വാക്യം മുഴുവനായിട്ടൊന്ന് വായിച്ചാൽ. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. അത് തേജസ്സിൽ എടുക്കപ്പെട്ടു. ആദ്യത്തെ അവസാനത്തെ ലൈൻ മാത്രം നോക്കുക. ആദ്യത്തെ ലൈൻ അവൻ ദേഹത്തിൽ വെളിപ്പെട്ടു, ജഡത്തിൽ വെളിപ്പെട്ടു. ഒടുവിലത്തത് അവൻ തേജസ്സിൽ. ഇത് എവിടം തൊട്ട് എവിടം വരെയുള്ള ചരിത്രമാണ്. ജനനം മുതൽ തേജസ് സ്വർഗാരോഹണം. ജനനം മുതൽ സ്വർഗാരോഹണം വരെ, അല്ലെങ്കിൽ ബേത്ലഹേം മുതൽ ഒലിവുമല വരെയുള്ള കർത്താവിന്റെ ചരിത്രമാണ് ഈ 6 വരികളിൽ നമ്മൾ കാണാനായിട്ട് കഴിയുന്നത്. അതിൽ ആരംഭം അവൻ ജഡത്തിൽ വെളിപ്പെട്ടു വരുന്നത്. ആ ജഡത്തിൽ വെളിപ്പെട്ട സംഗതിയാണ് നാം ജഡാവതാരം എന്ന് വിളിക്കുന്നത്. അവൻ ജഡത്തിൽ അവതരിച്ചു, അവൻ ജഡത്തിൽ വന്നു, അല്ലെങ്കിൽ ആത്മരൂപിയായ ദൈവം ജഡമെടുത്തു. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതമാണ്. ജനനം മുതൽ സ്വർഗാരോഹണം വരെ ജഡത്തിൽ വെളിപ്പെട്ടു, ബേത്ലഹേമിൽ തേജസ്സിൽ എടുക്കപ്പെട്ടു, ഒലിവുമലയിൽ. അവൾ കർത്താവ് ഈ ഭൂമിയിലായിരുന്ന കാലത്തെ ക്രോഡീകരിക്കുന്ന കാര്യങ്ങളാണ് 6 വരികളിൽ നാം കാണുന്നത്. അല്ലെങ്കിൽ കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ച ജീവിതമാണ് കാണുന്നത്. അതൊരു പോയം, ഒരു കവിതാ രൂപത്തിൽ അവിടെ തന്നേക്കുന്നത്, അല്ലെ? മലയാള ബൈബിളിൽ അങ്ങനെയാണല്ലോ, 6 വരിയായിട്ടല്ലേ തന്നേക്കുന്നത്. ഒരു കവിതാ രൂപത്തിലാണ് തന്നേക്കുന്നത്. അക്കാലത്തുള്ള, നമുക്കറിയാം, ഇപ്പോ ഞാൻ ഈ പഠിപ്പിക്കുന്നു, നിങ്ങൾ നോട്ട് എഴുതുന്നു, നിങ്ങളുടെ എല്ലാ കൈ വേദോത്സവമുണ്ട്. അക്കാലങ്ങളിലും ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അപ്പോസ്തലിക ഉപദേശം കേൾക്കുവാനായിട്ട് ജനങ്ങൾ കൂടി വന്നു. സഭകളിൽ ദൈവവചന പഠനം ഉണ്ടായിരുന്നു. ഇന്നത്തെക്കാളധികം അന്നുണ്ടായിരുന്നു അപ്പോസ്തലിക കാലത്ത്. എന്നാൽ ഒന്ന് ഓർക്കണം, അവരാരും വേദോത്സവം ഉണ്ടായിരുന്നില്ല വരുന്നത്, അവരാരും നോട്ട് ബുക്കുകൾ ഉണ്ടായിരുന്നില്ല വരുന്നത്. വന്ന് കേൾക്കുകയുള്ളൂ. കാരണം ഇപ്പൊ ഉള്ളത് പോലുള്ള എഴുത്തുകളുണ്ട്, എന്നാൽ പ്രിന്റിങ് ഇതുപോലെയല്ല. ഇപ്പോഴത്തെ പോലെ ബുക്കുകള് സുലഭമായിരുന്നില്ല. വേദപുസ്തകം എല്ലാവർക്കും ലഭ്യമായിരുന്നില്ല. ഉള്ളവർക്ക് തന്നെ ആർക്കെങ്കിലും ഒരു ചെറിയ ചുരുളുകളൊക്കെ ഉണ്ടായിരിക്കാം. ഉള്ളവരത് കൊണ്ടുവരും, വായിക്കും, പഠിക്കും, അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോ മിക്കവാറും നമുക്കുള്ള ഈ ഉണ്ടല്ലോ ഈ അവസ്ഥ, അല്ലെങ്കിൽ ഈ സൗകര്യം അന്ന് ഇല്ലായിരുന്നു. അപ്പോ ഈ പഠിപ്പിക്കുന്നവർ ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്. ഈ കേൾക്കുന്നവർ ഇത് ഓർത്തിരിക്കുവാൻ തക്കവണ്ണം ആ പഠിപ്പിച്ച കാര്യങ്ങൾ ഒരു കവിതാ രൂപത്തിലാക്കി അത് അവരെ മനഃപ്പാഠം പഠിക്കും. മനസ്സിലാകുന്നുണ്ടല്ലോ? അവ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജഡത്തിൽ അവതരിച്ച് അവന്റെ ഈ ഭൂമിയിലെ ജീവിതത്തെ കുറിച്ച് ആരോ പഠിപ്പിച്ചിരിക്കാം. അപ്പോസ്തലന്മാരാരെങ്കിലും പഠിപ്പിച്ചിരിക്കാം. അതൊന്ന് 6 വരികളായി ക്രോഡീകരിച്ച് വന്നവരെ പഠിപ്പിച്ച് വന്നവർക്ക് നൽകിയതാവാം ഈ 6 വരികൾ. അത് പിന്നെ വിശ്വാസികളുടെ ഇടയിൽ പരന്നു. പലരും അങ്ങോട്ടും ഇങ്ങോട്ടും അത് പങ്കിട്ടു. അത് അക്കാലത്തെ വിശ്വാസ പ്രമാണങ്ങൾക്ക് അടിസ്ഥാനമായി തീർന്നു. അങ്ങനെ പൗലോസ് എഴുതിയപ്പോൾ അന്ന് പരക്കെ അറിഞ്ഞിരുന്ന ഒരു കവിതാ ശകലം ഇവിടെ ഉദ്ധരിക്കുക. അതാണ് ഈ 6 വരികൾ. ആ 6 വരികളിൽ നാം കാണുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ ജീവിതമാണ്. ബേത്ലഹേം മുതൽ ഒലിവുമല. അത് ആരംഭിച്ചത് ജഡാവതാരത്തോടെ. അവൻ ജഡത്തിൽ അവതരിച്ചു. ഞാൻ ഓർപ്പിച്ചതുപോലെ ലോകത്തിൽ നടന്ന ഏറ്റവും അത്ഭുത ക്രിയകളിൽ ഏറ്റവും വലുത്,
അത്ഭുത ക്രിയകളുടെ ഏറ്റവും വലുതാണ് ഈ ജഡാവതാരം. നിത്യനായ ദൈവം, സകലത്തിലെ സൃഷ്ടാവ്, ആ ജഡമെടുത്ത് ഈ ഭൂമിയിൽ വരിക, നാം എന്ന് ജീവിക്കുന്നത് പോലെ പാപമൊഴിക സർവത്തിലും പിന്നിലായി ഇവിടെ ജീവിക്കുക. അതിനപ്പുറം ഒരത്ഭുതം വേറെ. അപ്പോൾ ജഡാവതാരം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ജഡാവതാരത്തെ കുറിച്ച് 3 കാര്യങ്ങളാണ് പ്രധാനമായി നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഒന്നാമതായി അതിന്റെ പ്രാധാന്യം, രണ്ടാമതായി അതിന്റെ പ്രത്യേകതകൾ, മൂന്നാമതായി ജഡാവതാരത്തിന്റെ ആവശ്യം. പ്രാധാന്യം, പ്രത്യേകതകൾ, ആവശ്യം. ഒന്നാമതായി നാം കാണുന്ന പ്രാധാന്യം, ജഡാവതാരത്തിന്റെ പ്രാധാന്യം. ജഡാവതാരത്തിന്റെ പ്രാധാന്യം എന്താണ്? പ്രാധാന്യം നമുക്ക് തന്നെ ചിന്തിച്ച് പറയാവുന്നതേ ഉള്ളൂ. നോക്കുക, ജഡാവതാരം ഇല്ലെങ്കിൽ ഇന്ന് ഈ ക്ലാസ് ഇവിടെ കാണുകയില്ല, അല്ലേ? ജഡാവതാരം ഇല്ലെങ്കിൽ വീണ്ടെടുപ്പില്ല, രക്ഷയില്ല. ആ ജഡാവതാരം ഇല്ലെങ്കിൽ നമുക്ക് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങളായിട്ടുള്ള പലതും ഉണ്ടാകുമായിരുന്നില്ല. ജഡാവതാരമില്ലെങ്കിൽ മരണമില്ല, മരണമില്ലെങ്കിൽ ഉയർപ്പില്ല, ഉയർപ്പില്ലെങ്കിൽ ഒന്നുമില്ല, നമ്മുടെ വിശ്വാസം വ്യർത്ഥം ഒന്ന് വരുന്ന 15-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു. അപ്പോൾ ജഡാവതാരം അനിവാര്യമായിരുന്നു, അത് പ്രധാനപ്പെട്ടതായിരുന്നു, ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണത്. ആ ജഡാവതാരം ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ പെട്ടതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നോസ്റ്റിസിസം, ജ്ഞേയമതക്കാർ, അവരെ കുറിച്ച് അല്ലെങ്കിൽ ജ്ഞേയവാദത്തെക്കുറിച്ച് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. അവർ പറഞ്ഞിരുന്നത് ജഡാവതാരം സാധ്യമല്ല. യേശു ക്രിസ്തുവിനെ അവർ കണ്ടു, ശിഷ്യന്മാർ കണ്ടു, അതിലൊന്നും അവർ നിരാകരിക്കുന്നില്ല. എന്നാൽ അവർ കണ്ടത് ജഡത്തിൽ അവതരിച്ച ക്രിസ്തുവിനെ ഒന്നും ആയിരുന്നില്ല. ക്രിസ്തു ജഡത്തിൽ വന്നിട്ടേ ഇല്ല. പിന്നെ ജഡത്തിൽ വന്നതുപോലെ അവർക്ക് തോന്നി, അതൊരു മായയായിരുന്നു, ഇല്യൂഷൻ. അവർക്ക് അങ്ങനെ തോന്നിയതാണെന്നും. അതുകൊണ്ടാണ് യോഹന്നാൻ 1 യോഹന്നാൻ 1-ാം അധ്യായം എഴുതുമ്പോൾ ഞങ്ങൾ തൊട്ടതും ഞങ്ങൾ കണ്ടതുമോ ഞങ്ങൾ കേട്ടതും, ഓർക്കുന്നുണ്ടല്ലോ? അതൊക്കെ പ്രധാനമായിട്ട് എടുത്തു പറയാൻ അതാ കാരണം. അതൊരു മായയായിരുന്നില്ല, അത് ഞങ്ങൾ കണ്ടതുപോലെ തോന്നിയതല്ല, പിന്നെ ഞങ്ങൾ തൊട്ടതാണ്. അതുകൊണ്ടാണ് പല ഭാഗങ്ങൾ നാം നോക്കുമ്പോൾ കർത്താവ് ഭക്ഷിച്ച കാര്യവും കർത്താവ് ക്ഷീണിച്ച കാര്യവും ഈ കാര്യങ്ങളൊക്കെ അപ്പോസ്തലന്മാർ എടുത്ത് പറഞ്ഞിരിക്കുന്നതായി നാം കാണും. അതൊന്നും മായയായ ഒന്നിൽ ഉളവാകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എടുത്ത് ഈ ലേഖനങ്ങളിൽ ഖണ്ഡിക്കുവാൻ, അതുപോലെ പഠിപ്പിക്കുവാൻ അപ്പോസ്തലന്മാർക്ക് കാരണമായത് ഇങ്ങനെയുള്ള പഠനങ്ങൾ ആ കാലങ്ങളിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ വിഷയം ക്രിസ്തീയ വിശ്വാസത്തിന് അടിസ്ഥാനമായിട്ടുള്ളതാണ്. ഇതില്ലെങ്കിൽ ഒന്നുമില്ല. 2, ജഡാവതാരം പുതിയ നിയമത്തിൽ ഏറ്റവും അധികം ആഘോഷിക്കപ്പെട്ടു. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ജഡാവതാരത്തിന്റെ പ്രാധാന്യം. ആ പ്രാധാന്യം ഏതൊക്കെ നിലയിൽ കാണാം, മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഒന്നാമതായി അത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. രണ്ടാമത്തത് പുതിയ നിയമം വായിച്ചു നോക്കുക, ഏറ്റവും അധികം ആഘോഷിക്കപ്പെട്ട സംഗതിയായി നാം ഇതിനെ കാണുന്നു. പുതിയ നിയമത്തിൽ അത്ര പ്രാധാന്യം കർത്താവിന്റെ ജഡാവതാരത്തിന് നൽകിയിട്ടുണ്ട്. ദൂതന്മാരുടെ 4 പ്രഘോഷണങ്ങൾ ഇത് സംബന്ധിച്ചുണ്ടായിരുന്നു. മാത്രമല്ല, ജഡാവതാരത്തെ സംബന്ധിച്ച് 7 മാനുഷിക സാക്ഷ്യങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൂതന്മാരുടെ 4 പ്രഘോഷണങ്ങൾ എഴുതിക്കൊള്ളുക. 1 സെഖര്യാവിനോട്. ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കിയാൽ മതി. ലൂക്കോസ് 1:8 മുതൽ 17 വരെയുള്ള വാക്യം. സെഖര്യാവിനോട്. ലൂക്കോസ് 1:8 മുതൽ 17. 2 മറിയയോട്. ലൂക്കോസ് 1:26 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. 3 യോസെഫിനോട്. മത്തായി 1:21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. 21 മുതൽ മത്തായി 1:21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. 4 ആട്ടിടയന്മാരോട്. ലൂക്കോസ് 2:8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഈ ഭാഗത്തെല്ലാം ദൂതന്മാരുടെ പ്രഘോഷണങ്ങളാണ് നമുക്ക്. ലൂക്കോസ് 2:8 മുതൽ 13 വരെയുള്ള വാക്യം. ദൈവദൂതന്മാർ വന്ന് അറിയിച്ച കാര്യങ്ങളാണ് ഈ കാര്യങ്ങളിൽ നാം കാണുന്നത്. ഇങ്ങനെ ഒരു ആഘോഷം
ഏതെങ്കിലും ജന്മത്തോടൊപ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നോക്കുക, 7 വ്യക്തികളുടെ സാക്ഷ്യങ്ങൾ. അത് വേണ്ടിക്കൊള്ളുക, 7 വ്യക്തികളുടെ സാക്ഷ്യങ്ങൾ എന്ന് വെച്ചാൽ 7 വ്യക്തികൾ കർത്താവിനെ അവരുടെ ജന്മത്തോടനുബന്ധമായി പറയുന്ന വാക്കുകൾ, സാക്ഷ്യങ്ങളാണ് നാം കാണുന്നത്. ലൂക്കോസ് 1:68, 76 മുതൽ 79 വരെ. ഒന്നാമത്തത് സെക്കറിയ. രണ്ടാമത് ഇടയന്മാരും കർത്താവിനെ കുറിച്ച്, കർത്താവിനെ കാണുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നത് നാം കാണുന്നു. ലൂക്കോസ് 2:11-20 വാക്യങ്ങൾ. ലൂക്കോസ് 2:11-20 വാക്യങ്ങൾ. ഇനി 3 വിദ്വാൻമാർ. ഇതൊക്കെ നമുക്ക് പരിചയമുള്ള കാര്യങ്ങളാണത് അല്ലേ? നമ്മളിതൊക്കെ ഒരു ക്രമത്തിൽ എഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ വായിച്ചോണ്ടാൽ മതി. വിദ്വാൻമാർ. മത്തായി 2:2-11. ഓർക്കുന്നുണ്ടല്ലോ, യഹൂദന്മാർ രാജാവായി പിറന്നത് എവിടെയായിരുന്നു, കിടക്കുന്നു വന്ന കാര്യമൊക്കെ. മത്തായി 2:2-11 വാക്യങ്ങൾ. 4 സിമ്യോൻ. ലൂക്കോസ് 2:31-32 വാക്യങ്ങൾ. 5 എലിസബത്തിനെ ഓർക്കുന്നുണ്ടല്ലോ. ലൂക്കോസ് 1:41 മുതൽ 45 വരെ. ലൂക്കോസ് 1:41 മുതൽ 45 വരെ. 6 മറിയ. ലൂക്കോസ് 1:48, 50, 54. 1:48, 50, 54. 7 ഹന്ന. ലൂക്കോസ് 2:38. ലൂക്കോസ് 2:38. അതെ, ഇവരൊക്കെ കർത്താവിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ നമ്മോട് കാണാം. ചിലർ പറയുന്നുണ്ട് അവൻ ദാവീദിന്റെ പുത്രനെന്ന്, ചിലർ പറയുന്നുണ്ട് ഇവൻ രക്ഷയെന്ന്, ശിമ്യോൻ പറയുന്നുണ്ട് സകല ജനത്തിന് മുമ്പായിരുന്ന രക്ഷ എന്നുള്ള പ്രയോഗങ്ങൾ. അങ്ങനെ ഓരോരുത്തരും ഓരോന്ന് പറയുന്നു. ഹന്നെ അതെല്ലാം ചേർത്ത് പറയുന്നതൊക്കെ നാം കാണും. നോട്ട് എഴുതുന്നതിനെ കുറിച്ച് ഒരു കാര്യം ഓർപ്പിക്കാനുള്ളത് ഇതാണ്. നോട്ട് എഴുതുമ്പോൾ ചിലപ്പോൾ ഇവിടെ ഞാനിപ്പോ പതുക്കെ പറഞ്ഞു പോവുക, നിങ്ങൾക്ക് എഴുതാൻ ഒത്തില്ലെങ്കിൽ ചോദിച്ച് ഞാൻ വീണ്ടും അത് പറഞ്ഞു തരും. എന്നാൽ ചിലടത്തൊക്കെ പോയാൽ, ചിലപ്പോൾ ഒരു കൺവെൻഷന് പോയാൽ, വേറൊരു ക്ലാസ്സിന്, വലിയൊരു ക്ലാസ്സിന് പോയാൽ അങ്ങനെ ചോദിക്കാനും നോക്കത്തില്ല. നമ്മൾ എഴുതിപ്പോയേ വെക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ എഴുതി പോകുമ്പോ നമ്മളെ സഹായിക്കുന്ന ഒരു ക്രമമുണ്ട്. ഇപ്പോ ഒരു പോയിന്റ് പറയുകയാണെന്ന് വിചാരിക്കുക, മറിയ യേശുക്രിസ്തുവിനെ കുറിച്ച് ലൂക്കോസ് 1:48-50 എന്ന് പറയാന്ന് വിചാരിക്കുക. നമ്മൾ സാധാരണ ആദ്യം എഴുതുന്നത് മറിയ യേശുക്രിസ്തുവിനെ കുറിച്ച്. അത്രയും എഴുതുമ്പോഴത്തേക്കും മറ്റേത് നമ്മൾ മറന്നു. ഈ പോയിന്റ് മാത്രമേ കാണുള്ളൂ. പിന്നെ വായിച്ചാൽ അതിന് ഒരു അർത്ഥവും വരത്തില്ല. റെഫറൻസ് ഇല്ലാതെ ഒരു കാര്യത്തിനും ഒരർത്ഥവുമില്ല. അപ്പോ ആദ്യം ചെയ്യേണ്ടത് റെഫറൻസ് എഴുതാം. ആ റെഫറൻസ് എഴുതുന്നതിന്റെയും ക്രമം നാം ശ്രദ്ധിക്കണം. നാം ഏറ്റവും ആദ്യം മറക്കുന്ന അക്കങ്ങളാണ്. അതുകൊണ്ട് അക്കങ്ങൾ ആദ്യം അങ്ങ് എഴുതണം. 1:41. 1:41 എഴുതുമ്പോഴേ തന്നെ നമുക്കറിയാം ഇത് ലൂക്കോസിലേതായിരിക്കും. നിങ്ങൾ 1:41 മാത്രമേ എഴുതിയുള്ളൂ എന്ന് വിചാരിക്കുക, ലൂക്കോസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീടാണെങ്കിലും അവിടെ ലൂക്കോസ് എഴുതാം. പിന്നെ ആ വാക്യം നോക്കിയാൽ അതിന് ഇപ്പുറത്ത് എന്താ എഴുതേണ്ടതെന്നും മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ നോട്ട് എഴുതുമ്പോൾ ആദ്യം ആ അക്കങ്ങളങ്ങ് എഴുതണം. പിന്നീട് അതിന് ഇപ്പുറത്ത് സ്ഥലം വിടണം. ആദ്യം അങ്ങേ അറ്റത്ത് അക്കം എഴുതിയിട്ട് പിന്നീട് ഇങ്ങോട്ടുള്ളത് ഓർത്തിരിക്കുന്നതൊക്കെ എഴുതുക. ഓർക്കാത്തത് പിന്നെ ചേർക്കുക. തിരിച്ചെഴുതിയാൽ പിന്നെ വായിച്ചാൽ ഒരു പിടിയും കിട്ടുക. അപ്പൊ നോട്ട് എഴുതുന്നതിൽ ഒരു ക്രമമാണ്. ഓക്കെ, ഇനി വേറൊന്നും കൂടെ ശ്രദ്ധിക്കാനുള്ളത്. ഇപ്പൊ കുറെ റെഫറൻസ് ഞാൻ പറഞ്ഞു. ആദ്യത്തെ 4 ദൂതന്മാരുടെ പ്രഘോഷണങ്ങൾ, പിന്നത്തെ പല വ്യക്തികളുടെ 7 വ്യക്തികളുടെ സാക്ഷ്യങ്ങൾ, ജനിച്ച ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ. ഇതിന്റെ എല്ലാം റെഫറൻസ് നോക്കിയാൽ 2 സുവിശേഷങ്ങളിൽ നിന്ന് മാത്രമാവും, മത്തായിയും ലൂക്കോസും. മത്തായിലും ലൂക്കോസിലും മാത്രമല്ല കാണുന്നത്. മർക്കോസിൽ നമുക്കിത് കാണാൻ സാധ്യമല്ല. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ആരംഭിക്കുക. ജനത്തെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. സകല മനുഷ്യരുടെയും മുൻപാകെ നീ ഒരുക്കിയിരിക്കുന്ന രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ, അതൊക്കെ ശിമോൻ പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഈ റെഫറൻസ് എല്ലാം 2 സുവിശേഷങ്ങളിലാണ്, മത്തായിലും ലൂക്കോസിലും. ക്രിസ്തുവിന്റെ ജനന വൃത്താന്തങ്ങൾ ഈ 2 സുവിശേഷങ്ങളിലെ ദീർഘമായിട്ട് നാം കാണുന്നു. മർക്കോസിൽ നാം കാണുന്നില്ല, യോഹന്നാനിൽ നാം കാണുന്നു. ഇതിന്റെ കാരണം എന്താവാം? ഈ 4 സുവിശേഷങ്ങളിൽ കർത്താവിന്റെ 4 അവതരണങ്ങളാണ് നാം കാണുന്നത്. മത്തായി സുവിശേഷത്തിൽ കർത്താവിനെ രാജാവായി നാം കാണുന്നു. മർക്കോസിന്റെ സുവിശേഷങ്ങളിൽ നാം ദാസനായി കാണുന്നു.
ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മനുഷ്യനായി നാം കാണുന്നു, യോഹന്നാനിൽ അവനെ നാം ദൈവമായി. കാരണം എന്തുകൊണ്ട് ഈ രണ്ട് സുവിശേഷങ്ങളിൽ മാത്രം കാണുന്നു എന്നുള്ളതിനാണ് ഉത്തരം പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ 4 സുവിശേഷങ്ങളിൽ ഈ 4 രീതിയിലാണ് കർത്താവിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോ നാം ഓർക്കേണ്ടത്, ദാസന്റെ ജനനം അവൻ എവിടെ, ഏത് കുടുംബത്തിൽ ജനിച്ചതാ ആരും അന്വേഷിക്കാറുണ്ട്? ഇല്ല. നീ എവിടെ ജനിച്ചാലും നീ പണി അറിയാവുന്നവനായിരിക്കും, ചെയ്യാൻ അറിയാവുന്നവനായിരിക്കും, അതേ നോക്കാറാണ്. അപ്പോൾ മർക്കോസിൽ നമ്മൾ ജനനത്തെ കുറിച്ച് കാണുന്നില്ല. ദൈവം ജനിച്ചു എന്ന് പറയാൻ സാധിക്കും? ഇല്ല. അവൻ നിത്യനാണ്, ദൈവം നിത്യനാണ്. അതുകൊണ്ട് ദൈവമായി യോഹന്നാനിൽ അവതരിപ്പിക്കുമ്പോൾ അവന്റെ ജനന വൃത്താന്തങ്ങൾ നാം കാണുന്നില്ല. ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് തുടങ്ങി. പരാമർശമേ ഇല്ലെന്നല്ല, വചനം ജഡമായി തീർന്നു എന്നുള്ള പരാമർശമുണ്ടെന്ന്. ജനന വൃത്താന്തങ്ങൾ മത്തായിയിലെയും ലൂക്കോസിലെയും പോലെ നമുക്ക് കാണാൻ കഴിയുകയില്ല. ഒരു രാജാവിന്റെ ജനനം പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് മത്തായിയിൽ നാം പ്രാധാന്യം കൊടുത്ത ആ വൃത്താന്തം കാണുന്നു. ഏതൊരു മനുഷ്യന്റെയും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അവന്റെ ജനന ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ലൂക്കോസിലും ജനന വൃത്താന്തം ദീർഘമായി നാം കാണും. വ്യക്തമാണല്ലോ. ഇനി മൂന്നാമത്തേലേക്ക് നമ്മൾ ശ്രദ്ധ കൊണ്ടുവരാം. ഇതിന്റെ പ്രാധാന്യത്തിൽ മൂന്നാമത്തെ പോയിന്റ്. ആദ്യത്തെ 2 പോയിന്റ് നാം കണ്ടു, ക്രിസ്തീയ ഉപദേശത്തിന് അടിസ്ഥാനപരമാണ്. പിന്നെ നാം കണ്ടത് ജഡാവതാരം പുതിയ നിയമത്തിൽ ഏറ്റവും അധികം ഘോഷിക്കപ്പെട്ട കാര്യം. ഇനി മൂന്നാമത്തത്, ജഡാവതാരം സുവിശേഷ പ്രഘോഷണത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ജഡാവതാരം സുവിശേഷ പ്രഘോഷണത്തിലെ അവിഭാജ്യ ഘടകമാണ്. റോമർ 1:5, 2 തിമോഥെയോസ് 2:8, 1 കൊരിന്ത്യർ 15-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ്. 1 മുതൽ 4 അത് എഴുതാം. ഈ ഭാഗങ്ങളൊക്കെ നാം നോക്കിയാൽ പൗലോസ് പ്രസംഗിച്ച സുവിശേഷത്തിന്റെ ആ ഒരു സംഗ്രഹം അവിടെ കൊടുത്തിരിക്കുന്നത് നാം കാണുന്നത്. അതെല്ലാം നോക്കിയാൽ യേശുക്രിസ്തു ജഡത്തിൽ അവതരിച്ച കാര്യം എടുത്തു പറയും. അവൻ ദാവീദിന്റെ സന്തതിയായി ജനിച്ചു, അവൻ ജഡത്തിൽ അവതരിച്ചു. പല വാക്യങ്ങളുണ്ട്, 3 വാക്യങ്ങൾ കൊടുത്തത് മാത്രം. ഇനിയും അടുത്തതായിട്ട് 4-മത്, ജഡാവതാരം ഇല്ലായിരുന്നുവെങ്കിൽ ക്രിസ്തു ശാസ്ത്രം തന്നെ ഉണ്ടാവുമായിരുന്നില്ല. ശരിയല്ലേ? കർത്താവ് ജഡത്തിൽ അവതരിച്ച് നമ്മുടെ മുമ്പാകെ വസ്തുതകൾ, പിതാവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ നാം ഈ പഠിക്കുന്നതൊന്നും പഠിക്കുവാനില്ല, ഉണ്ടാവുമായിരുന്നില്ല. അപ്പോൾ ക്രിസ്തു ശാസ്ത്രത്തിൽ തന്നെ ജഡാവതാരം അത്യാവശ്യമായി. നമ്മളൊന്ന് ഓർക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ളതും ജഡാവതാരം. കർത്താവിന്റെ ചരിത്രപരതയെ നിരാകരിക്കുവാനുള്ള ശ്രമം, അവൻ ഒരിക്കലും ജീവിച്ചിരുന്നിട്ടില്ല എന്ന് സ്ഥാപിക്കുവാനുള്ള ശ്രമം എക്കാലത്തും ഇക്കാലത്തും ഉണ്ട്. ഇനിയും അടുത്തതായിട്ട് ഏതിന്റെ ഇപ്പൊ ഒടുവിൽ പറഞ്ഞൊരു റെഫറൻസ് ഇല്ല, പൊതുവായിട്ടുള്ളതാണ്. ഇനിയും അടുത്ത ഭാഗം, ആദ്യം നാം കണ്ടത് പ്രാധാന്യം, ജഡാവതാരത്തിന്റെ പ്രാധാന്യം. ഇനി ജഡാവതാരത്തിന്റെ പ്രത്യേകതകൾ, ജഡാവതാരത്തിന്റെ പ്രത്യേകതകൾ, സവിശേഷതകൾ എന്ന് വേണമെങ്കിൽ വേണ്ട. അതെ, സവിശേഷതകളാണ് കുറെ കൂടെ നല്ല ഭാഗം. ഒന്ന്, അത് തിരുവെഴുത്തുകളിൻ പ്രകാരമായിരുന്നു. അത് തിരുവെഴുത്തുകളിൻ പ്രകാരമായിരുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ട് നോക്ക്. അവിടെ തിരുവെഴുത്തുകളിൻ പ്രകാരം എന്നുള്ള പ്രയോഗം ആവർത്തിച്ച് നാം കാണുന്നു. മരിച്ചു, ഉയർത്തെഴുന്നേറ്റ്, 15-ാം അധ്യായം ഉയർപ്പിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് മരണം, ഉയർപ്പ് ഇതിനെ പ്രത്യേകിച്ച് ഊന്നി നാം അവിടെ കാണുന്നത്. എന്നാൽ പറയുന്ന ഒരു പ്രയോഗം തിരുവെഴുത്തുകളിൻ പ്രകാരമായി. കർത്താവിനെ സംബന്ധിക്കുന്നതെല്ലാം തിരുവെഴുത്തുകളിൻ പ്രകാരമായി. യോഹന്നാൻ 10-ാം അധ്യായം നാം വായിക്കുമ്പോൾ കർത്താവ് നല്ലിടയനെ കുറിച്ച് പറയുന്നുണ്ട്. ഓർക്കുന്നുണ്ടല്ലോ? ആ നല്ലിടയന്റെ ഒരു പ്രത്യേകത, അവൻ വാതിലിലൂടെ കടക്കുന്നവന്, അങ്ങോട്ട് ഇവിടെ ചാടി കയറുന്നവനല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? വാതിലിലൂടെ കടക്കുന്നവനാണ്. അതുപോലെ ആ വാതിൽ കാവൽക്കാരൻ അവന്, ഓർക്കുന്നുണ്ടോ, തുറന്നു കൊടുക്കുന്നു. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? വാതിൽ കൂടെ കടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശരിയായ വഴിയിൽ കൂടി വരുന്നവനാണ്. അപ്പോ
ശരിയായ വഴിയിൽ കൂടി വരുന്നു എന്ന് പറയുന്നത് തന്നെ ഇതാ. എന്ത് വഴി? പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവയെ നിവൃത്തിയാക്കി കർത്താവ് വന്നു, തിരുവെഴുത്തുകളെ അവൻ നിവൃത്തിയാക്കി. മാത്രമല്ല അവിടെ വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു എന്ന് പറയുന്നത്, വാതിൽ കാവൽക്കാരൻ ആ നല്ല ഇടയന് വേണ്ടി, അല്ലെങ്കിൽ നല്ല ഇടയൻ ആ ആടുകളെ വിളിച്ചുകൊണ്ട് പുറത്തു കൊണ്ടുപോകാൻ തുറന്നു കൊടുക്കുക. അത് യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയെ കാണിക്കുന്നതാവാം. യോഹന്നാൻ സ്നാപകനാണ് കർത്താവിനെ മശിഹയായി തന്റെ ജനത്തിന് ചൂണ്ടിക്കാട്ടിയത്. ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, അവൻ വാതിൽ കൂടി കടക്കുന്നവന്, എങ്ങനെയും വന്നവനല്ല, തിരുവെഴുത്തുകളെ നിവൃത്തിയാക്കി ഭൂമിയിൽ വന്നവനാണ്. ഒരു കണക്ക് പറയുന്നത്, കർത്താവിന്റെ ഈ ഭൂമിയിലേക്കുള്ള വരവ്, ജീവിതം, മരണം, ഉയർപ്പ് തുടങ്ങിയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് പഴയ നിയമത്തിൽ ഏതാണ്ട് 332 പ്രവചനങ്ങൾ ഉണ്ടായിരുന്നതല്ല. ചിലർ അത് 500 ചില്ലാനത്തിന്റെ കണക്ക് പറയുന്നവരുമുണ്ട്. എന്നാൽ പലരും ഈ 332 എന്നുള്ളത് എടുത്തു പറയാറുണ്ട്. നമുക്കിങ്ങനെ പറയാം, 332 എങ്കിലും എന്ന് പറയും. ആ 332 പ്രവചനങ്ങളെങ്കിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അവയെ എല്ലാം കർത്താവ് തന്റെ വരവ്, ജീവിതം, മരണം, ഉയർപ്പ് ഇവയാൽ പൂർത്തീകരിച്ചു. തിരുവെഴുത്തുകളിൽ പ്രകാരം. അതെ, തിരുവെഴുത്തുകളിൽ പ്രകാരം എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലെ കർത്താവിന്റെ ജനനം സംബന്ധിച്ചുള്ള ഏതൊക്കെ വാക്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരും? ആദ്യത്തേത് ഉൽപ്പത്തി 3:15. ഉൽപ്പത്തിയിൽ തന്നെ പലതുണ്ട്. ഉൽപ്പത്തി 3:15 എന്താണ് കാണുന്നത്? സ്ത്രീയുടെ സന്തതി. അവൻ സ്ത്രീയുടെ സന്തതിയായി ജനിക്കും. ദൈവം തന്നെ പറയുന്ന വാഗ്ദത്തമാണ്. അതിനുശേഷം വീണ്ടും നാം മുൻപോട്ട് വരുമ്പോൾ 12-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അബ്രഹാമിന്റെ സന്തതി ഓർക്കുന്നുണ്ടല്ലോ. അപ്പൊ സ്ത്രീയുടെ സന്തതി, പിന്നെ കുറെ കൂടി ചുരുങ്ങി അബ്രഹാമിന്റെ സന്തതി. വീണ്ടും നാം ഉൽപ്പത്തിയിൽ തന്നെ മുൻപോട്ട് വരുമ്പോൾ 49-ാം അധ്യായം 10-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ യാക്കോബിന്റെ വാക്കുകളിൽ അവൻ യഹൂദ ഗോത്രത്തിൽ വരുമെന്നുള്ള കാര്യം നാം കാണുന്നു. ഇനിയും 2 ശമൂവേൽ 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിച്ചാൽ അവൻ ദാവീദിന്റെ സന്തതിയായി വരുമെന്നുള്ളതിന്റെ, യെശയ്യാ 7:14 കന്യകയിൽ ജനിക്കുമെന്നുള്ള എന്നുള്ള കാര്യം നാം കാണുന്നു. മീഖ 5:2 ബേത്ലഹേമിൽ അവൻ ജനിക്കുമെന്ന് പറയുന്നു. ഇത് ജന്നത്തെ കുറിച്ച് മാത്രമാ നമ്മളിപ്പോ പെറുക്കിയെടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, പഴയ നിയമത്തിൽ കർത്താവിന്റെ വരവ് വ്യക്തമായി പ്രവചിച്ചിരുന്നു. നാം ഒന്ന് ഓർക്കേണ്ടത്, യെശയ്യാവ് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് ജനിക്കുന്നതിന് 700-800 വർഷങ്ങൾക്ക് മുൻപാ. അങ്ങനെ ഓരോ കാര്യങ്ങളും 100 കണക്കിന് വർഷങ്ങൾ മുൻപ് പറഞ്ഞതാ. ഇന്ന് നാം ചെയ്യുന്ന ഈ കാര്യം, അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ ഇത്ര പേരിന്ന് വരുമെന്ന് ഇന്നലെ ആരെങ്കിലും ഇത്ര പേരെ നാളെ വരുള്ളൂ എന്ന് പറഞ്ഞാൽ ആളെ നമ്മൾ എന്ത് ചെയ്യും? പൂജിക്കും, ഇല്ലേ? ഇത് 700-800 വർഷങ്ങൾക്ക് മുൻപ് ദൈവം പറഞ്ഞത് അതിനും മുൻപാ, ഏതനിൽ, അല്ലെ? എത്രയോ മുൻപ് തന്നെ ഈ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, കർത്താവിനെ എല്ലാം പൂർത്തീകരിച്ചാണ് അവൻ ഈ ഭൂമിയിൽ ജനിച്ചത്. തിരുവെഴുത്തുകളുടെ നിവൃത്തിയായിരുന്നു അവന്റെ ജനനം, ജീവിതം. അത് തിരുവെഴുത്തുകളിൽ പ്രകാരമായ ജഡാവതാരത്തിന്റെ ആദ്യത്തെ സവിശേഷം. 2, ജഡാവതാരം വാസ്തവമായിരുന്നു. റിയൽ, വാസ്തവമായിരുന്നു. അത് പറയാൻ ആവശ്യമില്ല. അതിന്റെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞു. ചില ആളുകൾ പഠിപ്പിക്കുമായിരുന്നു അവന്റെ ജഡാവതാരം അത് അവർക്കങ്ങനെ തോന്നിയതാണെന്ന് പഠിപ്പിക്കുന്നവരുണ്ടായിരുന്നു. ഇല്യൂഷൻ, അല്ലെങ്കിൽ കണ്ടത് വാസ്തവമായിരുന്നില്ല, അങ്ങനെ അവർക്ക് തോന്നിയതാണെന്ന് പഠിപ്പിക്കുന്നവരുണ്ടായിരുന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ? അതുകൊണ്ടാണ് നാം ഈ പോയിന്റ് ഇവിടെ എടുത്തത്. അത് വാസ്തവമായിരുന്നു. അവൻ ജഡത്തിൽ അവതരിച്ചത് തന്നെയാണ്. അവന്റെ ജഡാവതാരം അവാസ്തവമായിരുന്നില്ല, അല്ലെങ്കിൽ അവനൊരു മായാരൂപിയായിരുന്നില്ല. കർത്താവ് വിശന്നു, അവൻ ദാഹിച്ചു, അവൻ കണ്ണീർ വാർത്തു, അവൻ മരിച്ചു. ഇതൊക്കെ വാസ്തവമായി ജഡത്തിലുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രമേ പറയുവാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ നാം മുൻപ് കണ്ട് യോഹന്നാൻ പറഞ്ഞത്, 1 യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്. തൊട്ടത് അതൊന്ന് വായിച്ചാട്ട്. 1 യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യം. ആദ്യം മുതലുള്ളത് ഞങ്ങൾ കേട്ടതും ഞങ്ങൾ കേട്ടു, ഞങ്ങൾ കണ്ടു, പിന്നെ ഞങ്ങൾ നോക്കി, കൈ തൊട്ടു. നോക്ക്, ഇതിന്റെ അർത്ഥം എന്താ?
വാസ്തവമായിരുന്നു, ഞങ്ങൾ തൊട്ടത. ഇനി 4:2 കൂടി ഒന്ന് വായിച്ചാട്ട്. യോഹന്നാൻ തന്നെ പറയുന്നത് കാണുന്നുണ്ട്. അതെ, 1 യോഹന്നാൻ 4:2. യേശുക്രിസ്തു ജഡത്തിൽ വന്നുവെന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ജഡത്തിൽ വന്നുവെന്ന് വിശ്വസിക്കാത്തവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല. ആ കാലത്ത് അങ്ങനെയുള്ളവർ ഉണ്ടായിരുന്നു, നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് നാം ഈ പോയിന്റ് അവിടെ കൊടുത്തത്. ജഡാവതാരം വാസ്തവമായിരുന്നു. 3, ജഡാവതാരം അസ്വാഭാവികമായിരുന്നു. സ്വാഭാവികമായിരുന്നില്ല, അസ്വാഭാവികമായിരുന്നു. നമ്മൾ അവന്റെ ജനനം അസ്വാഭാവികമായിരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം സാധാരണ, അല്ലെങ്കിൽ നാം ജനിക്കുന്നത് പോലെ ആയിരുന്നില്ല. ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിൽ നിന്നുള്ള ജനനമായിരുന്നില്ലത്. കർത്താവിന്റെ ജനനത്തിന് യോസെഫിന് സ്ഥാനമില്ലായിരുന്നു എന്ന് നാം പറയുന്നത് പോലെ മറിയയ്ക്കും ആ ഗർഭധാരണത്തിന് സ്ഥാനമില്ലായിരുന്നു. ദൈവം അത് അത്ഭുതകരമായി അവളിൽ ഉരുവാക്കി. നീ എനിക്കായി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. സങ്കീർത്തനം 40. എബ്രായ ലേഖനത്തിലും അതിന്റെ ഉദ്ധരണിയുണ്ട്. 8-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലും. എബ്രായർ 8, എബ്രായർ 10 ഈ അധ്യായങ്ങളിലും അതിന്റെ ഉദ്ധരണി നാം കാണും. ഞാനിപ്പോ പറഞ്ഞത് മനസ്സിലായല്ലോ. യോസെഫിന് അതിനൊരു പങ്കില്ലായിരുന്നു എന്ന് പറയുന്നത് പോലെ മറിയയ്ക്കും ആ ഗർഭധാരണത്തിൽ, കൺസെപ്ഷൻ, അതിൽ പങ്കില്ലായിരുന്നു. ഇത് അതിശയകരമായി, സൂപ്പർ നാച്ചുറലായി, അസ്വാഭാവികമായി ദൈവം തന്റെ ആത്മാവിനാൽ ചെയ്തു. പരിശുദ്ധാത്മാവിനാൽ അവൾ ഗർഭവതി. മറ്റൊന്ന് ഓർക്കേണ്ടത്, ഈ ഗർഭധാരണം അസ്വാഭാവികമായിരുന്നുവെങ്കിലും അവന്റെ ജനനം, ജീവിതം ഇവ സാധാരണമായി. മനസ്സിലാവുന്നുണ്ടല്ലോ. അടുത്തതായിട്ട് വേറൊന്ന്, അവൻ കന്യകയിൽ ജനിക്കുവാനുള്ള കാരണം എന്ത്? എന്തുകൊണ്ട് കന്യകാ ജനനം? ഒരു അമ്മയായ സ്ത്രീയിലാണെങ്കിലോ വിശുദ്ധനായി ജനിക്കുവാൻ സാധ്യമല്ലേ? മറിയയിൽ ഗർഭധാരണം നടന്നതുപോലെ ഒരു അമ്മയായ ഒരു സ്ത്രീയിലും ദൈവത്തിന് ഗർഭധാരണം കൊടുക്കല്ലായിരുന്നോ? കന്യക ഗർഭം ധരിച്ചു, ശരി തന്നെയാ. ഞാൻ പറഞ്ഞത് വിശുദ്ധി എന്ന് ബ്രദർ പറഞ്ഞു, വിശുദ്ധിക്ക് വേണ്ടിയാണെന്നുള്ളത്. ഒരു അമ്മയായിട്ടുള്ള ഒരു സ്ത്രീയിൽ ആ കന്യകയിൽ ഗർഭധാരണം നടന്നതുപോലെ അമ്മയായ ഒരു സ്ത്രീയിൽ ഗർഭധാരണം നടന്ന് അവൻ ജനിച്ചിരുന്നുവെങ്കിൽ വിശുദ്ധയല്ലേ, വിശുദ്ധനല്ലേ? അത് അശുദ്ധിയാക്കുന്നില്ല. ഇതിന് കാരണം ഇത് മാത്രമേ ഉള്ളൂ, അവന്റെ ജനനം അതുല്യമായിരുന്നു. അവന്റെ അതുല്യതയെ കാണിക്കുന്നത്. അവൻ സഞ്ചരിച്ചത് ആരും കയറിയിട്ടില്ലാത്ത കഴുതപ്പെട്ടില്ല. അവനെ വെച്ചത് ആരെയും വെച്ചിട്ടില്ലാത്ത കല്ലറയിലായിരുന്നു. അവൻ ജനിച്ചത് ആരും ജനിക്കാത്ത ഗർഭപാത്രത്തിൽ. ഈ ആരെയും വെച്ചിട്ടില്ലാത്ത കല്ലറയെന്നും ആരെയും യാത്ര ചെയ്യാത്ത കഴുതയെന്നും ഒക്കെ പറയുന്ന പ്രയോഗം പുൽത്തൊട്ടിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ വചനം ഉദ്ധരിക്കുക. അങ്ങനെ പറയാണെങ്കിൽ ഒത്തിരി അങ്ങ് പറയാൻ വെക്കും. അപ്പൊ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നാം എടുത്തു പറയും. അടുത്തത് 4, കർത്താവിന്റെ ജഡാവതാരത്തെ കുറിച്ചുള്ള 4ാമത്തെ പോയിന്റ്, 4ാമത്തെ സവിശേഷത. 4ാമത്തത്, അത് തന്നെത്താൻ ഒഴിക്കുന്നതായിരുന്നു. അത് അല്ലെങ്കിൽ ആ ജഡാവതാരം തന്നെത്താൻ ഒഴിക്കുന്നതായിരുന്നു. അതെ, അങ്ങനെ തന്നെയാ, ഒഴിക്കുന്നതായിരുന്നു. ആ പ്രയോഗം അങ്ങനെ തന്നെ എഴുതിക്കാൻ ഫിലിപ്പ് ലേഖനത്തിൽ കാണുന്ന പ്രയോഗം. അതെ, ആ ഭാഗം ഒന്ന് വായിക്കാം. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. ഇവിടെ തന്നെത്താൻ ഒഴിച്ചു എന്ന് പറയുമ്പോ എന്താ ഇതിന്റെ അർത്ഥം? ഈ ഭാഗം എടുത്ത് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ എന്നൊക്കെ പറയുമ്പോ ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് തോന്നും കർത്താവ് തന്റെ ദൈവത്വമൊക്കെ വിട്ട് കേവലം ഒരു മനുഷ്യനായി, ദൈവത്വമില്ലാത്ത ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ എന്നുള്ള ചിന്താഗതി പോലെ തോന്നും. ചിലർ അങ്ങനെ എടുത്തത് വ്യാഖ്യാനിക്കാറുണ്ട്. കർത്താവിന്റെ ദൈവത്വത്തെയൊക്കെ നിരാകരിക്കുന്നവരൊക്കെ ഈ വാക്യങ്ങളൊക്കെ എടുത്ത് കാണിക്കാറുണ്ട്. എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവന് ദൈവത്വമില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. തെളിവുകൾ പറഞ്ഞാട്ട്
കടലിന്മേൽ നടന്നു, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. പത്രോസും കടലിന്മേൽ നടന്നില്ലേ? ഇല്ലേ? അപ്പോസ്തലന്മാരൊക്കെ രോഗികളെ സൗഖ്യമാക്കിയില്ലേ? അപ്പോസ്തലന്മാരൊക്കെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചില്ലേ? അപ്പൊ അവരൊക്കെ ദൈവങ്ങളാകുന്നു. നോക്കുക, ദൈവത്തിന്റെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോ തന്നെ അവൻ സ്വർഗത്തിലുമായിരുന്നു. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്നവൻ എന്നുള്ള പ്രയോഗം യോഹന്നാനിൽ കാണുന്നുണ്ട്. ആ കർത്താവിന്റെ ദൈവത്വത്തിന് അനവധി തെളിവുകൾ സുവിശേഷങ്ങളിൽ നാം കാണുന്നുണ്ട്. അപ്പോൾ അവൻ ഇവിടെ ആയിരുന്നപ്പോഴും അതുപോലെ അവന്റെ ജ്ഞാനം, നീ അത്തിവൃക്ഷത്തിന്റെ കീഴിലിരിക്കുമ്പോ ഞാൻ കണ്ടു, ഓർക്കുന്നുണ്ട് അവന്റെ സർവ്വജ്ഞാനം. അതുപോലെ താൻ അവർക്ക് ഏൽപ്പിച്ചില്ല, കാരണം അവരുടെ ഉള്ളിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നതെന്ന് താൻ അറിഞ്ഞിരുന്നു. യോഹന്നാൻ 2 അവസാന ഭാഗം ഓർക്കുന്നുണ്ടല്ലോ. അപ്പൊ കർത്താവിന്റെ ദൈവത്വത്തിന്, അവൻ ജഡത്തിലായിരിക്കുമ്പോൾ അവൻ ദൈവമായിരുന്നു എന്നുള്ളതിന് തെളിവുകൾ അനവധിയുണ്ട്. മാത്രമല്ല പൗലോസ് പറയുന്നുണ്ട്, ആ കൊലോസ് ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം, അവനിലല്ലോ പറഞ്ഞിട്ട് ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവിടെ ദേഹരൂപമായി എന്ന് പറയുമ്പോൾ ജഡത്തിലുള്ള അവസ്ഥയെ കുറിച്ചാണ്. ജഡത്തിലുള്ള അവസ്ഥ, അവൻ ജഡത്തിലായിരുന്നപ്പോൾ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. എന്ന് വെച്ചാൽ ജഡത്തിലായിരുന്നപ്പോഴും അവൻ ദൈവമായിരുന്നു. അവനൊന്നും ഉപേക്ഷിച്ചില്ല. അവൻ ഉപേക്ഷിക്കാതെയാണ് ഇവിടെ വന്നത്. പിന്നെ ചോദ്യം വരും, പിന്നെ എന്താണ് അവൻ ഒഴിച്ചത് എന്ന് പറഞ്ഞാൽ എന്തൊഴിച്ചിട്ടാണ് അവൻ ഇങ്ങോട്ട് വന്നത്? എന്താണ് വിട്ടതാണ്? ഒരു കാര്യം ഓർക്കേണ്ടത്, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ എന്ന് പറയുമ്പോൾ അവൻ ദൈവരൂപത്തിൽ ഇരുന്നവൻ ദൈവരൂപത്തിൽ തുടർന്നു എന്നുള്ള അർത്ഥമാണ്. ദൈവത്തിന്റെ സ്വഭാവങ്ങൾ അവനിൽ തുടർന്നു. ദൈവത്വം അവൻ വിട്ടില്ല. അതിനൊരു വ്യത്യാസവും അവനിലില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴും അവൻ എന്തായിരുന്നുവോ അത് തന്നെ അവൻ തുടർന്നു. ജഡം, മനുഷ്യ ജഡം അല്ലെങ്കിൽ പാപജഡത്തിന്റെ സാദൃശ്യം അവൻ തന്മേൽ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ആ പാപജഡത്തിന്റെ സാദൃശ്യം അവൻ തന്റെ മേൽ എടുത്തപ്പോൾ ജഡത്തിന്റെ എല്ലാ ബലഹീനതയും അവൻ എടുത്തു. ദൈവത്തിന് വിശക്കാമോ? ദൈവത്തിന് ദാഹിക്കാമോ? ദൈവത്തിന് ക്ഷീണിക്കാമോ? ദൈവത്തിന് മരിക്കാമോ? ഈ കാര്യങ്ങളൊക്കെ ആ ജഡത്തിന്റെ സ്വഭാവത്തിൽ അവൻ വന്നപ്പോൾ അവൻ സ്വയം വരിച്ചു. ഒഴിച്ചു എന്ന് പറയുന്നത് വിട്ടുകളഞ്ഞ കാര്യമല്ല, അവൻ തന്റെ മേൽ എടുത്ത കാര്യമാണ്. മനുഷ്യന്റെ ബലഹീനത പാപം ഒഴികെയുള്ള, വിശക്കുന്നതും ദാഹിക്കുന്നതും മരിക്കുന്നതും ഒക്കെ പാപമല്ല. അത് മനുഷ്യത്വത്തോട് ചേർന്ന ബലഹീനതകളാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? അങ്ങനെ മനുഷ്യത്വത്തോട് ചേർന്ന ബലഹീനതകൾ അവൻ സ്വയം വരിച്ചു. മറ്റുള്ളവർക്ക് എന്തും ചെയ്യത്തക്കവണ്ണം, തുപ്പത്തക്കവണ്ണം, അടിക്കത്തക്കവണ്ണം, നിന്ദിക്കത്തക്കവണ്ണം അവനായിത്തീർന്നു. ആ അവസ്ഥയാണ് അവിടെ പറയുന്നത്. അവൻ തന്നെ താൻ ഒഴിച്ചു എന്നുള്ളത്, തന്റെ താഴ്ചയെ അത് കാണിക്കുന്നു. അവൻ ഒന്നുമില്ലാത്തവനായി തീർന്നതിനെ അത് കാണിക്കുന്നു. മനുഷ്യൻ എന്നുള്ള നിലയിൽ അവൻ മനുഷ്യന്റെ ബലഹീനതകളെല്ലാം സ്വയം ധരിച്ചു. ഇനി മനസ്സിലാമത്, ജഡാവതാരം നിത്യമാണ്. എന്താ ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അവനെടുത്ത ജഡം അവനത് ഉപേക്ഷിച്ചിട്ടില്ല. അതെ, ആ ജഡത്തിലാണ് ഇന്നും അവൻ. ചിലത് പറയാറുണ്ട്, കർത്താവ് നമുക്ക് വേണ്ടി മരിക്കുവാൻ, പാപത്തിന് പരിഹാരം തരുവാൻ, വീണ്ടെടുക്കുവാൻ താൻ ജഡമെടുത്ത് ഈ ഭൂമിയിൽ വന്നു, ക്രൂശിൽ മരിച്ചു. മരിച്ചതിന് ശേഷം പിന്നെ ജഡത്തിന്റെ ആവശ്യമുണ്ടോ? ജഡത്തിന്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഇപ്പോഴും കർത്താവ് അങ്ങനെ ജഡത്തെ ഉപേക്ഷിച്ചില്ല. എടുത്തത് അവൻ ഉപേക്ഷിച്ചിട്ടില്ല. എടുത്തതിൽ അവൻ ഇന്നും തുടരുകയാണ്. എന്നാൽ ഞാൻ ഇപ്പൊ പറഞ്ഞത്, അവന്റെ ജഡം അവൻ ഉപേക്ഷിച്ചിട്ടില്ല. ഇതുപോലെ തന്നെ ചെല്ലാനൊക്കത്തില്ല. ഇതും അവിടെ കയറണമെങ്കിൽ രൂപാന്തരപ്പെടണം. അത് കർത്താവ് ചെയ്യും അവന്റെ പരിധിക്ക്. കർത്താവ് പോയപ്പോഴും അവന്റെ ജഡം രൂപാന്തരപ്പെട്ടാണ് അവൻ അവിടെ പോയത്. അതിന് വ്യത്യാസമാണ്. എന്താ? അതെ, അത് ആ മൗത്രീകരിക്കപ്പെട്ട ഉയർപ്പിൻ ശരീരത്തിന്റെ പ്രത്യേകതകളാണ്. ഈ ഖരമായിട്ടുള്ള വസ്തുക്കളൊന്നും തടസ്സമായിരിക്കുന്നില്ല, അതിലൂടെ പ്രവേശിക്കും. ഓക്കെ, അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകാൻ നമുക്ക് ഒക്കുകയില്ല. അത് നമ്മുടെ വിഷയമല്ല. ജഡാവതാരമാണ് നമ്മുടെ വിഷയം. ഓക്കെ, അപ്പോൾ കർത്താവ്, ഞാൻ പറഞ്ഞു വന്നത്, അവരിന്നും ആ ശരീരത്തിലാണ്. നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത് ഇതാണ്, ഇന്നും ആ ശരീരത്തിലാണെന്ന് പറയുമ്പോൾ
സ്വർഗത്തിൽ ഞാൻ ഇതൊന്ന് പറഞ്ഞു നിർത്തട്ടെ. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന എല്ലാ വസ്തുക്കളിലും അല്ലെങ്കിൽ എല്ലാ വ്യക്തികളിലും ആദ്യത്തെ മഹത്വീകരിക്കപ്പെട്ട വസ്തു കർത്താവിന്റെ ശരീരം. മനസ്സിലാവുന്നുണ്ടോ? ആദ്യത്തെ മഹത്വീകരിക്കപ്പെട്ട വസ്തു കർത്താവിന്റെ ശരീരം. കെ.വി. സൈമൺ സാറിനെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? നമ്മളാരും കണ്ടിട്ടില്ലായിരിക്കാം, എന്നാ നമ്മൾ കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും അറിയാതെ കെ.വി. സൈമൺ. അപ്പൊ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിരുന്നു കെ.ജി. കുര്യച്ചൻ, കേട്ടിട്ടുണ്ടല്ലോ, കെ.ജി. തോമാച്ചൻ, എം.വി. ചെറിയാനും, അതുപോലെ ടി.ടി. സക്കറിയ. അദ്ദേഹത്തെ എനിക്കറിയാമോ? എനിക്കറിയാം. കോയമ്പത്തൂർ സുവിശേഷകനായിട്ട് ആദ്യം പോയ കുന്തലക്കാരൻ, കുന്തലത്തോപ്പിലെ തോപ്പിലെ അപ്പച്ചന. ഇവരൊക്കെ സൈമൺ സാറിന് നാക്ക് താണിരുന്ന ഒരു കാലം അറിയാമോ നിങ്ങൾക്ക്? ഇല്ല. അദ്ദേഹത്തിന്റെ അവസാന സമയങ്ങളിൽ സംസാരിക്കുവാൻ കഴിയാതെ നാക്ക് താണിരിക്കുന്ന ഒരവസ്ഥയുണ്ടായി. എന്തോ രോഗം. അപ്പൊ ഒടുവിൽ അങ്ങനെ ആയിരുന്നില്ല, പ്രസംഗിക്കാനൊന്നും കഴിയില്ല. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഈ ശിഷ്യന്മാരെല്ലാം പലയിടങ്ങളിൽ ഉള്ളവരാണ്. അപ്പൊ അവരെല്ലാം ഗുരുവിന്റെ അടുത്ത വന്നു. അപ്പോ സാർ ഇങ്ങനെ കിടക്കുക, ഒന്നും പറയാനൊക്കെ ഇല്ല. അപ്പൊ ഇവരിവിടെ വന്ന് മണിക്കൂറുകൾ ആ വീട്ടിൽ ഇങ്ങനെ ചെലവഴിച്ച് അവരൊക്കെ കയറി ഇറങ്ങി നടന്നാൽ ജീവിച്ച വീടാണല്ലോ ഇടയാറുകളെ തന്റെ ഭവൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോ ഈ ശിഷ്യന്മാരെല്ലാം കൂടെ തമ്മിൽ ആത്മീയ സത്യങ്ങൾ പങ്കിടുകയും, അപ്പോൾ ഇതിൽ ഒരു വാദമുണ്ടായി. ഈ വാദം നാം ഇപ്പൊ പറഞ്ഞതാണ്. അതായത് ക്രിസ്തുവിന്റെ ജഡാവതാരം നിത്യമോ അതോ താത്കാലികമായിരുന്നു? അവന്റെ മരണത്തിന് ശേഷം ആ ജഡം വീണ്ടും ആവശ്യമുണ്ടോ? അപ്പൊ ചിലർ പറഞ്ഞില്ല, മരിച്ചതിന് ശേഷം പിന്നെന്തിനാണ്? ജഡമെടുത്തത് മരിക്കുവാൻ വേണ്ടിയാ. മരിച്ചു, പാപത്തിന്റെ പരിഹാരമായി, പിന്നെ അവന് ജഡത്തിന്റെ ആവശ്യമില്ല എന്നൊരു ഭാഗം പറഞ്ഞു. മറ്റു ഭാഗം പറഞ്ഞു, ഇല്ലില്ല, അങ്ങനെയല്ല, അവന്റെ ജഡാവതാരം ജഡം അവന് നിത്യമായിട്ടുള്ളതാ, അവൻ ഇന്നും അത് തുടരുന്നു. ഈ വാദം ഇവരുടെ മധ്യേ ഈ പറഞ്ഞ വ്യക്തികളൊക്കെ പ്രായമായി നാം കണ്ടിട്ടുള്ളതാണ്. ഇവരൊക്കെ യൗവനമായിരുന്നപ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവരിങ്ങനെ തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുക. സൈമൺ സാർ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുക. അതെനിക്ക് വർത്താനം പറയാനായിട്ട് സാധ്യമല്ല, എന്നാൽ ഈ കാര്യമെല്ലാം കേട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് താൻ ശിഷ്യന്മാരെ ആംഗ്യം കാണിച്ചു, ഒരു പേപ്പറും പെൻസിലും ചോദിച്ചു. എന്നിട്ട് താൻ ആ പേപ്പറിൽ എഴുതി കൊടുത്തു, ക്രിസ്തുവിന്റെ ജഡാവതാരം, അവൻ ജഡമെടുത്തത് താത്കാലികമായിരുന്നില്ല, അത് നിത്യമായിരുന്നു. ക്രിസ്തുവിന് ജഡാവതാരം, ജഡമെടുത്തത് ഒരു കുറവായിരുന്നില്ല, അതവനെന്നും ബഹുമാനമായിരിക്കും. മനസ്സിലായോ? അത് കർത്താവിന്റെ ജഡം, അവനെടുത്ത ജഡം, മനുഷ്യ ശരീരം, അത് അവനൊരു കുറവല്ല. ഇന്ന് അതില്ല എന്ന് നാം പറയുന്നത് ഒരു കുറവായിട്ട് മനസ്സിൽ ചിന്തിച്ചോണ്ട. ഇല്ല, അതവനൊരു കുറവല്ല, പിന്നെ എന്നും അതവനൊരു ബഹുമാനമായിട്ടിരിക്കും, അവന് മഹത്വമായിട്ടിരിക്കും. പറഞ്ഞ മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞുവാൻ വന്നത് ഇതാണ്, അവന്റെ ജഡാവതാരം അത് നിത്യമാണ്. മറ്റൊന്ന് അതിനാവശ്യമുണ്ട്, കാരണം അവൻ ഇന്ന് നമ്മുടെ മഹാപുരോഹിതന്, നമ്മോട് സഹതപിക്കണമെങ്കിൽ അവന് അത് ആവശ്യമുണ്ട്. ഒലിവുമല പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ ജഡത്തിൽ ആ മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെ വരുന്നത്, മഹത്വ പ്രത്യക്ഷത. അതെ, ജഡം ഉപേക്ഷിക്കുന്നില്ല, അത് പിതാവായ ദൈവത്തിന് കീഴടങ്ങിയിരിക്കുമെന്നുള്ള അർത്ഥം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുന്നത് മഹത്വീകരിക്കപ്പെട്ട രീതിയിൽ കണ്ടതാണ്, ശരീരത്തിൽ തന്നെ. അതെ, അവന്റെ ജഡത്തിലാണ്, ജഡത്തെ ഒഴിച്ചുള്ളത്. അതെ. പക്ഷേ ആ കണ്ണുകൾ എന്നൊക്കെ പറഞ്ഞ ആ നിലയിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. അത് ഏത് വിധത്തിലും ആ പ്രത്യക്ഷത കൊണ്ടും അതുപോലെ അതൊക്കെ അത് കെട്ടി ഇങ്ങനെ കെട്ടി അങ്ങനെയുള്ളതാണെന്ന് അർത്ഥമില്ല. ആ രൂപത്തിൽ ആ വസ്ത്രത്തിലാണ് എപ്പോഴും അവനെന്ന് അതിന് അർത്ഥമില്ല. ചില സത്യങ്ങൾ അവനെ പഠിപ്പിക്കേണ്ടതിനായിട്ട് ആ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അവൻ ജഡത്തിലാണ് എപ്പോഴും മഹത്വീകരിക്കപ്പെട്ടത്. അതാണ് ഞാനിപ്പോ പറഞ്ഞത്. അതുപോലെ പല വിവരണങ്ങൾ നമ്മളവിടെ കാണുന്നുണ്ട്. ആ വിവരണങ്ങളെല്ലാം ആത്മീയ സത്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്, കർത്താവിനെ കുറിച്ചുള്ള ആത്മീയ സത്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഉദാഹരണത്തിന് അവന്റെ വെള്ള തലമുടി അവന്റെ ജ്ഞാനത്തെ കാണിക്കുന്നതാണ്, കണ്ണ് സകലത്തെയും കാണുന്നു എന്നുള്ള ദൃശ്യമാണ് അവർ ഞാൻ കാണുന്നത്. ഓരോ ആത്മീയ സത്യങ്ങൾ ആ വിവരണങ്ങളിലുണ്ട്. ആ സത്യങ്ങൾ
മനസ്സിലാക്കുവാൻ വേണ്ടി, ദൈവജനത്തിന് മനസ്സിലാക്കുവാൻ വേണ്ടി ആ രൂപത്തിൽ, ആ വിവരണങ്ങളോടെ അവൻ പ്രത്യക്ഷപ്പെട്ടതാണ്. അതിന്റെ അർത്ഥം ആ വിവരണങ്ങളോടെയാണ് എപ്പോഴും അവനായിരിക്കുന്നതെന്നല്ല. അവന്റെ മാറിൽ അരക്കച്ച് കെട്ടി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, എപ്പോഴും അതിലാണെന്നല്ല അതിന്റെ അർത്ഥം. അത് അവന്റെ പൗരോഹിത്യത്തെ കാണിക്കുന്നു. മഹാപുരോഹിതന്മാർ അരക്കെട്ട് കെട്ടിയിരിക്കുന്നത് പോലെ അവനത് കെട്ടിയിരിക്കുന്നു. അതിന്റെ അർത്ഥം എപ്പോഴും അത് കെട്ടിയിരിക്കുന്നു എന്നല്ല. അപ്പൊ ഈ സത്യങ്ങൾ മനസ്സിലാകത്തക്കവണ്ണം ആ നിലയിൽ പ്രത്യക്ഷപ്പെട്ടത്. പിന്നെ നാം മഹത്വീകരിക്കപ്പെട്ട ശരീരത്തിലാവുമ്പോ ആഹാരത്തിന് ആവശ്യമില്ല, വേണമെങ്കിൽ ഭക്ഷിക്കാം. ഓക്കെ, ഇനി അടുത്തതിലേക്ക് വരാം. ആദ്യം നാം കണ്ടു ഇതിന്റെ പ്രാധാന്യം, രണ്ടാമത്തത് അതിന്റെ സവിശേഷതകൾ, അഞ്ചാമത്തത് എഴുതിയായിരുന്നല്ലോ അല്ലേ? ജഡാവതാരം നിത്യമാണുള്ളത്. ഓക്കെ, ഇനിയും രണ്ട് വാക്യങ്ങൾ നിങ്ങൾ അതിന്റെ കൂടെ എഴുതിക്കൊള്ളുക. 1 തിമോത്തിയോസ് 2:6, എബ്രായർ 13:8. ഇനിയും ഈ ജഡാവതാരത്തിന്റെ മൂന്നാമത്തെ ഭാഗം, ജഡാവതാരത്തിന്റെ ആവശ്യം. എന്തുകൊണ്ട് ജഡാവതാരം? അതെ, ഒന്ന്, അദൃശ്യനായ ദൈവത്തെ വെളിപ്പെടുത്തുക. യോഹന്നാൻ 1:14, 18, 14, 18, 14:9, 1:14, 1:18, 14:9, കൊലോസ്യർ 1:15, എബ്രായർ 1:3. കൊലോസ്യർ 1:15, എബ്രായർ 1:3. വീണ്ടെടുപ്പിൻ വേല നിവർത്തിക്കുവാൻ, എബ്രായർ 9:26, 9:26, മർക്കോസ് 10:45, എബ്രായർ 2:14-15. അതെ, 1 യോഹന്നാൻ 3:8. ഇവിടെ ആ എബ്രായർ 2:14-15 മാത്രം ഒന്ന് വായിക്കുക. എല്ലാം വായിക്കേണ്ടതാ, എന്നാലും ഒരു വാക്യം മാത്രം, ഒരു ഭാഗം മാത്രം വായിക്കാം. എബ്രായർ 2:14-15 വാക്യം. അവിടെ നിർത്തിയാൽ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. അവിടെ കൂടിയവനായി രണ്ട് പ്രയോഗങ്ങൾ കാണും ഒരേ വാക്ക്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ, അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. മലയാളത്തിലും ഇംഗ്ലീഷിലും ഈ ഒരേ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരേ വാക്കാണ് അവിടെ രണ്ടിടത്തും ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ മൂലഭാഷയിൽ ഗ്രീക്കിൽ രണ്ട് വ്യത്യസ്ത വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായി, അവിടെ കൂടിയവരായി എന്നുള്ള പ്രയോഗത്തിന് ആ സ്ഥാനത്ത് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കൊയിനോനിയ എന്നുള്ള വാക്കാണ്. മലയാളികൾക്കും അറിയാവുന്ന വാക്കാണ് കൊയിനോനിയ, ഇല്ലേ? ആണെന്നോ അല്ലെന്നോ? ചില സഭകളുടെ പോലും പേരുകൾ അങ്ങനെയുണ്ട്, കൊയിനോനിയ സഭ. എന്താ കൊയിനോനിയ എന്ന വാക്കിന്റെ അർത്ഥം? കൊയിനോനിയ എന്ന വാക്കിന്റെ അർത്ഥം ഒരു ഗ്രീക്ക് വാക്കാത്. എന്താ? ഫെലോഷിപ്പ്, കൂട്ടായ്മ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായി എന്നവിടെ കാണുന്നത്. അവർ ജഡരക്തങ്ങൾ എന്ന് പറയുമ്പോൾ ജഡത്തിലും രക്തത്തിലും അല്ലെങ്കിൽ ശരീരത്തിലുള്ള ജീവിതത്തെ കാണിക്കുക. അവിടെ മക്കൾ എന്ന് പറയുന്നത് വീണ്ടെടുക്കപ്പെടുവാനുള്ളത്. അവർ ഈ ശരീരത്തിലുള്ള ജീവിതത്തിന് കൊയിനോനിയ, കൂട്ടായ്മയിൽ അവർ ജീവിക്കുന്നതായിരുന്നു. നമ്മുടെ പഴയ അവസ്ഥയെ കുറിക്കുന്നതാണ്. മക്കൾ വീണ്ടെടുക്കപ്പെടേണ്ടത്. ഇനി കർത്താവിനെ കുറിച്ച് അവിടെ പറയുന്നത് ശ്രദ്ധിക്കുക.
അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. ഇവിടെ കർത്താവ് ജഡരക്തങ്ങളോട് കൂടിയവനായി എന്ന് പറയുമ്പോൾ കൂടിയവനായി എന്നതിന് കൊയിനോനി എന്ന വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്. കൊയിനോനിയ എന്ന വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്, മറ്റൊരു വാക്ക്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മെറ്റക്കോസ് എന്ന വാക്കാണ്. മെറ്റക്കോസ്, കൊയിനോനിയ നാം സാധാരണ ഉപയോഗിക്കുന്നതാണ്. മെറ്റക്കോസ് അങ്ങനെ സാധാരണ ഉപയോഗിക്കുന്ന വാക്കല്ല. എന്നാൽ ആ മെറ്റക്കോസിനും കൂട്ടായ്മ എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷെ അല്പ വ്യത്യാസമുണ്ട്. ആ അല്പ വ്യത്യാസം ഇതാണ്. കൊയിനോനിയ എന്ന് പറയുമ്പോ ആ അളവില്ലാത്ത, അതിരില്ലാത്ത കൂട്ടായ്മയെ കാണിക്കുന്നതാണ്. മെറ്റക്കോസ് എന്ന് പറയുമ്പോൾ അതിരുകളുള്ള ആ കൂട്ടായ്മയെ കാണിക്കുന്നതാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായത് നിങ്ങൾക്ക്? ഒന്നുകൂടെ ചിന്തിച്ചു നോക്കുക. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായി എന്ന് പറയുന്നത് മക്കൾ ജഡത്തിലുള്ള ജീവിതത്തിന് അതിരില്ലാതെ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നവരായിരുന്നു. നമ്മുടെ പഴയ അവസ്ഥ കാണിക്കുന്ന ഒരതിരുമില്ലാതെ പാപത്തിൽ നാം ജീവിക്കുന്നവരായിരുന്നു. തടയുവാനൊന്നുമില്ലായിരുന്നു. മനസ്സിലാകുന്നത്? കൊയിനോനിയ, അതിരില്ലാത്ത കൂട്ടായ്മ. കർത്താവും ജഡത്തിൽ അവതരിച്ചു, അവനും ജഡരക്തങ്ങളോട് കൂടിയവനായി. എന്നാൽ അവൻ ജഡമെടുത്തപ്പോ നമ്മെപ്പോലെ ആയിരുന്നില്ല, പിന്നെ അതിരുകളുള്ള കൂട്ടായ്മയായിരുന്നു. എന്താണ് ആ അതിര്? പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അതെ, തുറന്ന് വായിച്ചാൽ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. നോക്കുക, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. പിശാച് മരണത്തിന്റെ അധികാരി. അത് പാപത്തിൽ ആദമിനെയും ഹവ്വയെയും ഒക്കെ വീഴ്ച നിമിത്തം അവനുള്ള അവകാശം. ഓക്കെ, മരണത്തിന്റെ അധികാരിയായി അങ്ങനെ അവനെ നാം കാണുന്നു. കർത്താവ് അവനെ തോൽപ്പിച്ചു. എന്തിനാൽ തോൽപ്പിച്ചു? മരണത്താൽ. മരണത്തിന്റെ അധികാരി. മരണം പിശാചിന്റെ ആയുധമായിരുന്നു. മരണം പിശാചിന്റെ ആയുധമാണ്. മരണത്താൽ, അവന്റെ ആയുധത്താൽ അവനെ തോൽപ്പിച്ചു. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? പറഞ്ഞത് ഇതാ, മരണത്തിന്റെ അധികാരി ആര്? പിശാചിന്റെ ആയുധമാണ്. ഏറ്റവും ശക്തമായത്, അതിനപ്പുറത്താണെന്ന് ചെയ്യാൻ സാധിക്കില്ല. ഏറ്റവും ശക്തമായ ആയുധമാണ് മരണം എന്ന് പറയുന്നത്. കർത്താവ് ആ ആയുധം കൊണ്ട്, മരണം കൊണ്ട് ആരെ തോൽപ്പിച്ചു? പിശാചിനെ. അത് പറയുമ്പോൾ മറ്റൊരു ഉദാഹരണം നാം ഓർക്കണം. ദാവീദ് ഗോലിയാത്തിനെ കൊല്ലുന്നു, അറിയാമല്ലോ. 1 ശമൂവേൽ 17-ാം അധ്യായത്തിൽ നാം കാണുന്നു. അപ്പൊ ദാവീദ് ആ യുദ്ധക്കളത്തിലേക്ക് ചെന്നപ്പോ ഇങ്ങനെ ഗോലിയാത്ത് ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പിന്നെ നടന്ന ആ വാക്കുകളും ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകാനായിട്ട് ആവശ്യമില്ല. അവസാനം ദാവീദ് പിന്നെ അവനെതിരായിട്ട് ചെല്ലുന്നു, കവിണയും ആ കല്ലുമൊക്കെ ആയിട്ട് ഗോലിയാത്തിനെ വീഴ്ത്തുന്നു. അറിയാമല്ലേ? ആ ഗോലിയാത്തിനെ വീഴ്ത്തുന്നു. വീണെങ്കിലും ചത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് കൊന്നത്? എറിഞ്ഞ് വീഴ്ത്തി. ആരുടെ വാളുകൊണ്ട്? ഗോലിയാത്തിന്റെ വാൾ. ഗോലിയാത്തിന്റെ വാളുകൊണ്ട്, ഗോലിയാത്തിന്റെ ആയുധം കൊണ്ട് ഗോലിയാത്തിനെ കൊന്നു. കർത്താവ് പിശാചിന്റെ ആയുധം കൊണ്ട് പിശാചിനെ കൊന്നു. മരണത്താൽ താൻ പിശാചിനെ തോൽപ്പിച്ചു. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ ഇതിനെല്ലാം എന്താവശ്യമായിരുന്നു? ജഡാവതാരം. ജഡത്തിൽ വരേണ്ടത് ആവശ്യം. നമ്മൾ ജഡത്തിന്റെ ആവശ്യമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ വീണ്ടെടുപ്പ് വേല നിവർത്തിക്കുവാൻ. ഇനി അടുത്തതിലേക്ക് നമ്മൾ ശ്രദ്ധ കൊണ്ടുവരാം. 3, തന്റെ ജനത്തിന് മാതൃക നൽകുവാൻ. തന്റെ ജനത്തിന് മാതൃക നൽകുവാൻ.
1 പത്രോസ് 2:21. 1 പത്രോസ് 2:21 വായിക്കേണ്ട ആവശ്യമില്ല. ഇനി 4, തനിക്കുള്ളവർക്ക് വിശ്വസ്ത മഹാപുരോഹിതനാകേണ്ടതിന്, തനിക്കുള്ളവർക്ക് വിശ്വസ്ത മഹാപുരോഹിതനാകേണ്ടതിന് എബ്രായർ 2:17-18 വാക്യങ്ങൾ. എബ്രായർ 2:17-18 വാക്യങ്ങൾ. എബ്രായർ 4:15-16 വാക്യങ്ങൾ. 15-16. എബ്രായർ 4:15-16. ഈ വാക്യങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ നാം കാണുന്നത് ആ കർത്താവും ജഡത്തിലായിരുന്നത് കൊണ്ട് നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളിലൂടെയും കർത്താവ് കടന്നുപോയി. നാം അപ്പോൾ നമ്മുടെ വിഷമമായിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മോട് സഹതപിക്കുവാൻ അവന് കഴിയുന്നത്. അത് ജഡത്തിൽ വന്നതുകൊണ്ട്. നമ്മുടെ പ്രശ്നങ്ങളുമായിട്ട്, ഏത് പ്രശ്നങ്ങളുമായിട്ട് കർത്താവിന്റെ അരികിലേക്ക് ചെന്നാൽ ഈ പ്രശ്നം എനിക്ക് അത്ര അറിയുകയില്ല, അതുകൊണ്ട് നീ ഇന്ന ആളിലേക്ക് പോയെന്ന് പറഞ്ഞ് നമ്മെ റെഫർ ചെയ്യുകയില്ല. ചില ഡോക്ടർമാർ ചെയ്യുമല്ലോ, ഇത് എനിക്കുള്ളതല്ല, ഇത് അവിടെ പോകണം, അവരെ കൊണ്ട് കാണിക്കുക. കർത്താവ് ഒരിക്കലും ഒരു പ്രശ്നവുമായിട്ടും അങ്ങനെ നമ്മെ അയക്കുകയില്ല. കാരണം അവൻ സകലവും അനുഭവിച്ചു. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഈ വാക്യങ്ങൾ വായിച്ചാൽ ആ കാര്യം നാം കാണുന്നത്. അതുകൊണ്ട് തക്ക സമയത്ത് കൃപ പ്രാപിക്കേണ്ടതിന് കൃപാസനത്തോട് അടുത്ത് ചെല്ലുവാനുള്ള അവകാശമുണ്ട്. ഇനി ഒന്നുകൂടെ അതിന്റെ കൂടെ എഴുതിക്കൊള്ളുക. 5, ന്യായം വിധിക്കുവാൻ. അതിന്റെ കൂടെ എഴുതിക്കൊള്ളുക. വാഴുവാൻ. വേറെയായിട്ട് എഴുതാവുന്നതാണ്, എന്നാൽ അങ്ങനെ എഴുതി നാം ആ ഭാഗം നിർത്താൻ. വാഴുക. എന്താ എന്തോ ഇല്ല, അവൻ ജഡം ധരിച്ചത് കൊണ്ട്, അവൻ ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് അവന് ന്യായം വിധിക്കാനുള്ള അവകാശം ദൈവം അവന് നൽകിയിരിക്കും. അപ്പോ ആ ന്യായവിധിക്കും അവൻ സകലത്തെയും ന്യായം വിധിക്കുന്നതിനും ജഡാവതാരമാണ് ആധാരമായിട്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? അവൻ രാജാവായിട്ട് വാഴുവാൻ ഞാൻ എഴുതി. അത് ഈ രാജ്യത്തിൽ വാഴുന്ന കാര്യമാണ്. ദാവീദിന്റെ പുത്രനായിട്ടാണ് അവൻ വാഴാൻ പോകുന്നത്. ദാവീദിന്റെ പുത്രൻ ജഡാവതാരമായിട്ട് ബന്ധപ്പെട്ടു. വ്യക്തമാണല്ലോ? അത് നമ്മൾ ചുരുക്കമായിട്ട് അവിടെ അങ്ങനെ എഴുതിയെന്നുള്ളത്. അപ്പൊ 2 വിഷയങ്ങൾ ഈ ക്ലാസ്സിൽ നാം കണ്ടു. നിർത്താൻ പോവല്ല, 15 മിനിറ്റോടുണ്ട്. അതും നാം ഉപയോഗിക്കും. 6 മണി വരെയാണല്ലോ അല്ലേ? ഒന്നുകൂടി ഇന്ന് എടുത്തെങ്കിൽ മുൻപോട്ട് പോകാനായിട്ട് ഒക്കെ ഉള്ളൂ. പക്ഷെ ഞാനത് ഒന്ന് ടച്ച് ചെയ്ത് വിടാൻ കർത്താവിന്റെ നാളെ നമുക്ക് അതിന്റെ വിശദീകരണത്തിലേക്ക് പോകാം. അപ്പോൾ 3-ാമത്തെ വിഷയം, ആ ക്രിസ്തുശാസ്ത്രത്തിൽ 3-ാമത്തെ വിഷയം നാം പഠിക്കുവാനായിട്ട് പോകുന്നത് യേശുക്രിസ്തുവിന്റെ ആളത്വം. യേശുക്രിസ്തുവിന്റെ ആളത്വം. നമുക്കൊരു വാക്യം വായിക്കാം. കൊലോസ് ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം ഞാൻ ഇടയ്ക്ക് പറഞ്ഞതാണ്. വീണ്ടും ഒന്നുകൂടി വായിക്കാം. കൊലോസ് ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണ്ണ. എന്താ സർവസമ്പൂർണത എന്ന് പറഞ്ഞാൽ അർത്ഥം? മൂന്നാം അധ്യായം എഫേസ്യ ലേഖനം 3-ാം അധ്യായം 19-ാം വാക്യം നോക്കുക. ഏതാണ്ട് അതുപോലുള്ള ഒരു പ്രയോഗം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. എഫേസ്യ ലേഖനം 3:19. പൗലോസ് ഇവിടെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും ചെയ്യും. നിറവിനോളം, അതും അതേ വാക്ക, സർവസമ്പൂർണത. ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം എന്താ? ദൈവത്തിന്റെ സർവസമ്പൂർണതയും പുത്രനിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അർത്ഥമല്ല. സർവസമ്പൂർണത എന്തിന്റെ സമ്പൂർണതയാ?
സർവസമ്പൂർണത എന്ന് പറയുമ്പോൾ ദൈവത്തെ നിറയ്ക്കുന്നത് എന്തോ, ദൈവത്തെ ദൈവമാക്കുന്നത് എന്തോ, അവയാണ് അവന്റെ സമ്പൂർണത. ഇപ്പൊ ഇവിടെ ഈ പുൾപിറ്റ് ഉണ്ട്, ഈ സ്റ്റാൻഡ് ഉണ്ട്, ഇതിന്റെ പൂർണ്ണത, സമ്പൂർണത എന്താ? ഒന്നൊന്നായിട്ടൊന്ന് പറഞ്ഞത്. അതതിന്റെ വിവരണമാ, അതതിന്റെ വിവരണം. ഇതെന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതാണ് അതിന്റെ വിവരണം. തടിയുണ്ട്, പെയിന്റ് ഉണ്ട്, ആണിയുണ്ട്, ഇല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർക്കുമ്പോഴാണ് ഈ പുൾപിറ്റിന്റെ, ഈ സ്റ്റാൻഡിന്റെ നിറവെന്ന്, സമ്പൂർണത എന്ന് പറയും. അപ്പോ എന്തുകൊണ്ട് ഇതിനെ ഉണ്ടാക്കിയിരിക്കുന്നു, അതാണ് ഇതിന്റെ സമ്പൂർണത. ദൈവത്തിന്റെ സമ്പൂർണത എന്താ? പറഞ്ഞ ഉദാഹരണം തന്നെ അവിടോട്ടങ്ങ് അപ്ലൈ ചെയ്യുക. ദൈവത്തെ ദൈവമാക്കുന്നത് എന്തോ, അവയാണ് അവന്റെ സമ്പൂർണത. ഇനി അടുത്ത ചോദ്യം, ദൈവത്തെ ദൈവമാക്കുന്ന സംഗതികൾ എന്തെല്ലാമാ? യോഹന്നാൻ 4-ാം അധ്യായം, ദൈവം ആത്മാവാകും. ദൈവം ആത്മാവാകും. ആത്മാവാകുന്നു എന്ന് പറയുമ്പോ ഖരമായിട്ടുള്ള ഒന്നുമില്ല. അപ്പൊ പിന്നെ എന്താണ് അവനാക്കുന്നത്? അവന്റെ ഗുണഗണങ്ങളാണ്. അവന്റെ ഗുണഗണങ്ങളാണ്. അവന്റെ ഗുണങ്ങൾ എന്ന് പറയുമ്പോ സ്നേഹം, ആ പറഞ്ഞിരിക്കുന്നത് പറയാം. ആത്മാവിന്റെ ഫലമാ പറയുന്നത്, അല്ലെ? അതെല്ലാം പറയാം. അതെല്ലാം കർത്താവിന്റെ പൂർണ്ണതയായിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ അവൻ സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയാം, അല്ലെ? അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ചേർത്തുള്ളതാണ് ദൈവം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സമ്പൂർണത എന്ന് പറയുന്നത് അതാണ്. അവിടെ പൗലോസ് പറയുന്നത് ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി ആരിൽ? അവനിലല്ലോ. എന്ന് വെച്ചാൽ കർത്താവായ യേശുക്രിസ്തുവിൽ, കേവലം കർത്താവ് യേശുക്രിസ്തുവിൽ എന്നല്ല, ആ ജഡത്തിൽ അവതരിച്ച ക്രിസ്തുവിൽ, ക്രിസ്തു പലസ്തീനിൽ അല്ലെങ്കിൽ ഇസ്രായേലിൽ ജീവിച്ചിരുന്ന ആ സമയത്ത് ദൈവത്തിലുള്ള എല്ലാ സമ്പൂർണതയും അല്ലെങ്കിൽ അവന്റെ എല്ലാ സ്വഭാവങ്ങളും അവനിലുണ്ടായിരുന്നു. ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ ഗുണഗണങ്ങൾ, വിശേഷണങ്ങൾ, സവിശേഷതകൾ, അവന്റെ സ്വഭാവങ്ങൾ, അത് തന്നെയാണ് ഈ പറഞ്ഞത്. ആ ദൈവത്തിന്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും അതിന്റെ പൂർണ്ണതയിൽ ക്രിസ്തുവിൽ. അതിനെ യേശുക്രിസ്തുവിനോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ ഇവണ്ണം പ്രാർത്ഥിപ്പേ. പുത്രന്റെ നാമത്തിലാണ്. പിതാവിനോട് നമുക്ക് നേരിട്ട് ചോദിക്കാം. അത് ഈ വിഷയത്തിൽ പെടുന്നതല്ല, എന്നാലും ഞാൻ ഉത്തരം പറയുന്നില്ലോ. നമുക്ക് നേരിട്ട് പിതാവിനോട് ചോദിക്കാനുള്ള അവകാശമുണ്ട്. പുത്രന്റെ നാമത്തിലാണ് നാം ചോദിക്കുന്നത്. നാമത്തിൽ എന്ന് പറയുമ്പോൾ അവന്റെ അധികാരത്തിൽ. പുത്രൻ ചെന്ന് പിതാവിനോട് എങ്ങനെ ചോദിക്കുമോ അതുപോലെ അവന്റെ പേരിൽ നാം ചോദിക്കുക. ഇപ്പൊ നമുക്ക് ഒരു മോനുണ്ടെന്ന് വിചാരിക്കട്ടെ, മോനൊരു കൂട്ടുകാരനുണ്ടെന്ന് വിചാരിക്കട്ടെ. മോന് എവിടെയും പോയിരിക്കുക. അപ്പൊ ആ കൂട്ടുകാരന് നമ്മുടെ നിന്ന് വന്ന് എന്തെങ്കിലും ചോദിക്കണമെന്ന് വിചാരിക്കുക. നമുക്ക് ആ മോനുമായിട്ട് ആ കൂട്ടുകാരനുമായിട്ട് വലിയ പരിചയമില്ല. അവൻ വന്ന് ചോദിക്കുമ്പോ എങ്ങനെ ചോദിക്കുന്നു? മോന്റെ കൂട്ടുകാരനാ ഞാൻ, അല്ലേ? അങ്ങനല്ലേ തുടങ്ങുന്നത്? മോന്റെ കൂട്ടുകാരൻ, അതാണ് പേര്. വേറൊരാളുടെ പേര് ചോദിക്കുന്ന അതാ. പിതാവിന് നമ്മെ അറിയാൻ, നമ്മെ സ്നേഹിക്കുന്നു, അതൊരു സംഗതി. എന്നാൽ നമുക്കുള്ള ആ അറിവെന്ന് പറയുന്നത് തന്നെ പുത്രമുഖാന്തരം. പ്രാർത്ഥനയെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും ഒക്കെ നാം പറയുന്ന ക്രമം, പിതാവിനോട് നാം ചോദിക്കുന്നു പുത്രന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനാൽ, അവന്റെ ശക്തി. മനസ്സിലാകുന്നത്? അപ്പൊ മൂവരും ഉണ്ട്. എന്നാൽ മൂവരും തുല്യരാണെങ്കിലും ക്രിയകളിൽ വ്യത്യാസമുണ്ട്. എല്ലാവരും എല്ലാം ചെയ്യുന്നില്ല, എല്ലാവരിലും ഒന്നിച്ചാണ്, സംശയമില്ല. എന്നാൽ ക്രിയയിൽ വിഭാഗങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിന് ചില കാര്യങ്ങളുണ്ട്. ഇന്ന് പാപികളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവ. അതുപോലെ പുത്രനും രക്ഷ സംബന്ധിച്ച് തന്റെ ജീവൻ നൽകി ഇന്ന് അവൻ നമുക്കായിട്ട് ഉയർത്തിൽ വാഴുന്നു. അപ്പൊ കർത്താവിന് ചില ജോലികളുണ്ട്, പിതാവിന് ചില ജോലികളുണ്ട്. അപ്പോൾ ആ ഡിവിഷൻ ഉണ്ട് ഈ മൂന്ന് വ്യക്തികൾക്കും മധ്യേ. പിതാവ് നമുക്ക് വേണ്ടി മരിച്ചില്ല, പിതാവ് പുത്രനെ അയച്ചു. പുത്രൻ മരിച്ചു, പരിശുദ്ധാത്മാവ് മരിച്ചില്ല.
മനസ്സിലാവുന്നുണ്ടല്ലോ പറഞ്ഞേ? അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഭാഗമുണ്ട്. അങ്ങനെയാണ് പിതാവിനോടാണ് നാം പ്രാർത്ഥിക്കുന്നത്, പിതാവിനോടാണ് നാം ആരാധിക്കുന്നത്. അതിന്റെ അർത്ഥം കർത്താവെ യേശു ക്രിസ്തുവെ ഇടയ്ക്ക് പറഞ്ഞ പാപമാണെന്നല്ല, കാരണം അവരും ദൈവമാണ്. എന്നാൽ ഇതാണ് ക്രമം. അത്ര യോഗ്യമല്ല. പിതാവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. പിതാവിനോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. പിതാവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ കർത്താവിനൊക്കെ വിളിച്ച് കർത്താവായ യേശുവിനെ വിളിച്ച് കർത്താവിനെ അഭിസംബോധന ചെയ്യുന്നത് പാപമല്ല എന്നാണ് ഞാനിപ്പോ പറഞ്ഞത്. കാരണം കർത്താവും ദൈവമാണ്, കർത്താവും ആരാധന സ്വീകരിക്കുന്നത് നാം കാണുന്നത്. എന്നാൽ ക്രമം അനുസരിച്ച് പിതാവിനെയാണ് നാം ആരാധിക്കുന്നത്. മഹത്വമെല്ലാം പിതാവിനെ, പുത്രനും പിതാവിനെയാണ് മഹത്വപ്പെടുത്തിയത്. പരിശുദ്ധാത്മാവ് പുത്രനെയും പിതാവിനെയും മഹത്വപ്പെടുത്തി. മനസ്സിലാവുന്നുണ്ടല്ലോ? ആ ക്രമം നാം ശ്രദ്ധിക്കണം. പക്ഷെ എല്ലാവർക്കും ഒരേ ആത്മീയ നിലവാരം, വളർച്ച ഉണ്ടാവണമെന്നില്ല. അപ്പൊ അത് നിമിത്തം വരുന്നതാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഈ കാര്യങ്ങൾ അറിയുമ്പോൾ മാത്രമേ കാര്യങ്ങൾ ഞാനും പിതാവും ഒന്നാകുന്നു എന്നവിടെ പറയുന്നത് പുത്രനും പിതാവും തമ്മിലുള്ള ഐക്യത്തെ, ഒരുമയെ അത് കാണിക്കും. എന്താ അവർ ദൈവം ആത്മാവാകുന്നു എന്ന് പറയുന്നത് ആ തൃത്വത്തിലെ മൂന്നാമതായിട്ടുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നതല്ല. ദൈവം ആത്മാവാകുന്നു എന്ന് പറയുന്നത് ദൈവം തന്നിൽ തന്നെ തനതായി എന്തായിരിക്കുന്നു എന്നുള്ളതിനെ കാണിക്കില്ല. അത് ആത്മാവാകുന്നു, ജഡമല്ല എന്നുള്ള അർത്ഥത്തില്ല. പുത്രൻ ജഡമെടുത്തു, അത് വേറെ കാര്യം. എന്നാൽ ദൈവം അവന്റെ തനതായിട്ടുള്ള അവസ്ഥയിൽ അവൻ ആത്മാവ്, അവൻ ആത്മരൂപിയാണ്. അവിടെ ദൈവം ആത്മാവാകുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ കാര്യമല്ല നമ്മൾ പറയുന്നത്. ദൈവം പരിശുദ്ധാത്മാവാകുന്നു അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. അവന്റെ ഉണ്ടല്ലോ എന്തായിരിക്കുന്നു, അവന്റെ ആസ്തിക്യത്തിന്റെ ആ രൂപത്തെ കുറിച്ച് പറയുന്നത് ആത്മാവാകുന്നു. ക്രിസ്തുവിന്റെ ആത്മാവ്, അങ്ങനെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളുണ്ട്. അവന്റെ മനുഷ്യാത്മാവെന്നുള്ള എന്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ പരിമേൽപ്പിക്കുന്നു, അത് തന്റെ മനുഷ്യാത്മാവിനെ കുറിച്ച്. ചിലയിടങ്ങളിൽ പരിശുദ്ധാത്മാവിനെ ആയിരിക്കാം. എന്നാൽ ക്രിസ്തുവിന്റെ ആത്മാവ് എന്ന് പറയുന്നത് അവന്റെ മനുഷ്യത്വത്തിലുള്ള അവസ്ഥയെ പറയുന്ന ഭാഗങ്ങളും ഉണ്ടാവാം. അത് നമ്മൾ വ്യത്യാസപ്പെടുത്തി നാം മനസ്സിലാക്കാം. ഓക്കെ, ഞാൻ കൊലോസിലെ നമ്മുടെ സമയം ഏതാണ്ട് 2 മിനിറ്റ് കൂടെ ഉള്ളൂ. നാളെ നമുക്ക് എന്തൊക്കെ ചോദ്യമുണ്ടോ നാളെ നമുക്ക് ചോദിക്കാം. 2 നിമിഷത്തിൽ ഞാൻ ആ വാക്യം എടുത്ത് ഒന്ന് വിശദീകരിക്കട്ടെ. സർവ്വസമ്പൂർണതയുടെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പൊ സർവ്വസമ്പൂർണത എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ക്രിസ്തു ജഡത്തിലായിരുന്നപ്പോ ആ വിഷയം ഇതാണ്. യേശു ക്രിസ്തുവിന്റെ ആളത്വം, അതിന്റെ മുഖവരി ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. പിതാവിൽ എന്തൊക്കെ ഉണ്ടായിരുന്നുവോ അതെല്ലാം അതിന്റെ പൂർണ്ണതയിൽ ഭൂമിയിലായിരുന്നപ്പോൾ പുത്രന് ഉണ്ടായിരുന്നു. ഇനി മറ്റൊന്നുകൂടി ശ്രദ്ധിക്കണം. നാം എഫേസ് ലേഖനം 3:19 വായിക്കുകയുണ്ടായി. പൗലോസ് വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ എല്ലാ നിറവിനോളവും. അപ്പോ നമ്മിലും ഈ സർവ്വവ്യാപിത്വവും സർവശക്തിയും സർവജ്ഞാനവും ഒക്കെ നിറയണം എന്നാണോ അതിനകത്ത്? ദൈവത്തിന്റെ ഗുണങ്ങൾ, സവിശേഷതകൾ 2ആയി വിഭജിക്കാം. അതെ, അതിന് പകരുവാൻ സാധിക്കുന്നതും പകരുവാൻ കഴിയാത്തതും. സൃഷ്ടികൾക്ക് പകരുവാൻ കഴിയാത്ത, അതായത് അവന്റെ സർവശക്തി. നാം ഒരിക്കലും സർവശക്തരാണ്. ഇന്നത്തേനേക്കാളും അധികം ശക്തിയൊക്കെ അന്ന് ഉണ്ടാവും. പക്ഷെ സർവശക്തരാകില്ല, സർവജ്ഞാനം ഒരിക്കലും ആകില്ല, സർവ്വവ്യാപികൾ ഒരിക്കലും ആകില്ല. കാരണം നമ്മളെല്ലാം സൃഷ്ടികളാണ്. രൂപാന്തരപ്പെട്ട ശേഷവും നാം സൃഷ്ടിഗണത്തിൽപ്പെട്ടതാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇല്ലില്ല, കാരണം നാം മനുഷ്യരാണ്, മൗക്തീകരിക്കപ്പെട്ട മനുഷ്യരാണ്. എന്നാൽ മറ്റുള്ള ഗുണങ്ങൾ, ഇങ്ങനെയുള്ള ദൈവത്തിന് മാത്രം ഉള്ള ഗുണങ്ങൾ ഒഴിച്ച് മറ്റുള്ള ഗുണങ്ങൾ, സ്നേഹം, കരുണ, ദയ തുടങ്ങിയുള്ള അനേക കാര്യങ്ങൾ, ദീർഘക്ഷമ, വിനയം തുടങ്ങിയുള്ള കാര്യങ്ങൾ അനവധിയുണ്ട്. ക്രിസ്തുവിൽ അതിന്റെ പൂർണ്ണത കാണും. അതൊക്കെ നിറഞ്ഞു വരണമെന്നുള്ളതാണ് പൗലോസ് അവിടെ പറയുന്നതായി നാം കാണും. ക്രിസ്തുവിന്റെ എല്ലാ നിറവിനോടും, ദൈവത്തിന്റെ എല്ലാ നിറവിനോടും നാം നിറഞ്ഞു വരണമെന്ന് പറയുമ്പോൾ അവരെല്ലാം നമ്മിൽ നിറഞ്ഞു വരണം. എന്നാൽ പുത്രനിൽ
ദൈവത്തിന്റെ സകല നിറവും, ഒരു കുറവുമില്ല. ഞാൻ പിതാവും ഒന്നാണ്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അതെല്ലാം കർത്താവിന്റെ ആളത്വത്തെ കുറിച്ച് നമ്മളെ അറിയിക്കുന്ന പ്രസ്താവനകളാണ്. കർത്താവിനെ വെച്ചാൽ അതിന്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് നാളെ നോക്കാം. അത് പിന്നെ തീർക്കണമെന്നാണ് വിചാരിച്ചത്. നാളെ ഇനി 3 ക്ലാസ്സുകളുണ്ട്.